السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب هب لي حكما وألهكني بالصالحين واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة النعيم. سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا وأفوض أمري إلى الله إن الله بصير بالعباد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين. آمنت بالله صدق الله. സമാധാനീയരായ നമ്മുടെ വേദിയിൽ സാന്നിധ്യം കൊണ്ട് സദസ്സിനെ ഏറെ സമ്പന്നരാക്കിയ ബഹുമാനീയരായ നമ്മുടെ തോടാർ ഉസ്മാൻ ഹാജി, വിവിധ മഹല്ലുകളിലെ പ്രാതിനിധ്യം, മഹല്ല് ഖതീബുമാർ, മുബാറക്കായ ഈ അനുഗ്രഹീതമായ വേദിയിൽ പ്രഭാഷണങ്ങൾ നടത്തിയ ബഹുമാനനായ മൊയ്തീൻ MLA അടക്കമുള്ള പ്രിയപ്പെട്ട ഉമറാക്കളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ ശ്രേഷ്ഠമായ പ്രകാശത്തെ പടച്ച ഈ രാത്രിയിൽ ബുധനാഴ്ചയാണ് പ്രകാശത്തെ അല്ലാഹു പടച്ചത്. ആ പ്രകാശത്തെ പടച്ച രാത്രിയിൽ പ്രകാശമാണ് എന്ന് ഖുർആൻ പലവട്ടം പറഞ്ഞ ഈ വിജ്ഞാനത്തിന്റെ മലർവാടിയിൽ
ഒരുമിച്ച് കൂടിയ നാം ഏവരെയും അല്ലാഹുവിന്റെ ജന്നത്തുൽ ഫിർദൗസിൽ നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു സുദീർഘമായ മുഖപ്രസംഗത്തിന് സമയമില്ല. ഭാരിച്ച രണ്ട് ഉത്തരവാദിത്വമാണ് എന്നിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതിലൊന്ന് ഇവിടെ ഞാൻ ആമുഖമായി ഓതിവെച്ച പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ വിശകലനം നടത്തുക എന്നുള്ളത്. രണ്ടാമത്തേത് ഏകദേശം 15 ലക്ഷം രൂപയോളം ചെലവ് വരുന്നു. ഈ മസ്ജിദിൽ ഒരു സോളാർ സിസ്റ്റം കൊണ്ടുവരുന്നതിന് നസീമമായി സഹകരിക്കുന്ന സമ്പന്നതയിൽ വലിയ ഉയരങ്ങളിലൊന്നും എത്തിയിട്ടില്ലെങ്കിലും കൊടുക്കാൻ നല്ല മനസ്സുള്ളവരായ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു ഹദിയ ഈ സദസ്സിൽ ഓഫർ ചെയ്യിപ്പിച്ച് ദുആ ചെയ്യണമെന്ന് ഉത്തരവാദിത്വം. അതിനു മുമ്പ് ഒരു 3 കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഇതൊന്ന് മാറ്റിവെക്കോ. എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുന്നില്ല. ഇതേതെങ്കിലും ഒരു സൈഡിലോട്ട് ചോദിച്ചാൽ ഇപ്പോഴല്ലേ റാഹത്തായുള്ളൂ. ഇതില്ലെങ്കിലും കുഴപ്പമില്ല. പ്രശ്നമുണ്ടാ? നിങ്ങൾക്ക് വീഡിയോയിൽ പ്രശ്നമുണ്ടാ? ഒന്നാമത്തെ കാര്യം, ഒരു പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വേദിയിലേക്ക് വരുമ്പോ പൊതുവെ ശ്രദ്ധിക്കപ്പെടാൻ എന്തെങ്കിലുമൊക്കെ ഒരു ആതിഥേയർ എന്നുള്ള നിലയിൽ സംഘാടകർ ചെയ്യാറുണ്ട്. ഇന്ന് ഞാൻ റോഡിൽ നിന്നിങ്ങോട്ട് തിരിയുമ്പോ കുറെ കുഞ്ഞുമക്കൾ അവര് ദഫ് മുട്ടി ഈ വിനീതനെ ഈ സ്റ്റേജിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം, MLA ഇവിടെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കാൻ. MLA എന്നുള്ളതല്ല വിഷയം. ഒരാൾ ഈ സദസ്സിൽ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോ നമ്മളെ ഇങ്ങനെ ആനയിച്ച് കൊണ്ടുവരുമ്പോ അത്രയും സമയം ആ പ്രഭാഷണ പീഠത്തിൽ നിൽക്കുന്ന പ്രഭാഷകനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അതൊരു കുറച്ചിലാണ്, അയാളെ ഇൻസൾട്ട് ചെയ്യുന്നത് പോലെയാണ്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ആ സമയത്ത് പറയാത്തത് അതിലേറെ വിഷമം ആ കുട്ടികൾക്കുണ്ടാവും. അതുകൊണ്ട് ഞാൻ മിണ്ടിയില്ല. പ്രഭാഷകനായ ഉസ്താദ് വരുമ്പോ നിങ്ങൾക്ക് ഈ കുട്ടികളെ നിർത്തി ആനയിച്ചു കൊണ്ടുവരുന്നതിൽ തിരക്കേടില്ല. ഇരിക്കുന്ന ആളുകളുടെ മുഴുവൻ ശ്രദ്ധയും അങ്ങോട്ട് തിരിയത്തക്ക വണ്ണം ഒരാളെ ഇങ്ങനെ കൊണ്ടുവരുമ്പോ പീഠത്തിൽ പ്രഭാഷകൻ ഇല്ല എങ്കിൽ പ്രശ്നമല്ല. പക്ഷേ ഈ വന്യരായ കാളി പോലുള്ള മഹത്തുക്കൾ ഇരിക്കുന്ന സദസ്സിൽ അത്രയും വലിയ ഒരു ബഹുമതിക്ക് അർഹനല്ല ഈ വിനീതൻ എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അത് ആ ഒരു ആംഗിളിൽ തന്നെ നിങ്ങൾ എടുക്കണം എന്ന് ഞാൻ ആമുഖമായി അറിയിക്കാം. രണ്ടാമത്തെ കാര്യം, ഒരിക്കൽ മഹാനായ പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിൽ 3 പേര് കടന്നു വന്നു. അതിൽ ഒരു ചെറിയ ഇരിപ്പിടം ഒരാൾക്ക് കിട്ടി. ഒന്നാമത്തെ ആള് ഓടി വന്ന് ആ സ്ഥലത്തങ്ങിരുന്നു. രണ്ടാമത്തെ ആള് ഏറ്റവും പിറകിൽ ചെന്നിട്ട് കൈയും കെട്ടി മാറി നിന്നു വീക്ഷിച്ചു. മൂന്നാമത്തെ ആള് അങ്ങനെ ചുറ്റിക്കറങ്ങി നിന്നിട്ട് അങ്ങ് തിരിച്ചുപോയി. ഈ 3 പേരെയും ചൂണ്ടി മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആദ്യത്തെയാള് അള്ളാഹുവിലേക്ക് അഭയം പ്രാപിച്ചവനാണ്. അള്ളാഹു അവന് അഭയം കൊടുത്തിരിക്കുകയാണ്. ഈ ഇരിക്കുന്ന നിങ്ങൾക്കൊക്കെ അള്ളാഹു അഭയം തന്നിരിക്കുക. കാരണം ഇത് സ്വർഗത്തിന്റെ തോപ്പാണ്. സ്വർഗത്തിന്റെ പൂന്തോട്ടം ദുനിയാവിൽ വിശേഷിപ്പിക്കപ്പെട്ടത് ഒന്ന് മാ ബൈന ഖബരി വ മിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. പരിശുദ്ധമായ മസ്ജിദുൻ നബവിയിലെ പരിശുദ്ധമായ ഹുജറത്തു ശരീഫിന്റെയും മഹാനായ പ്രവാചകരുടെ മിമ്പറിന്റെയും ഇടയിലുള്ള ആ മഹത്തായ സ്ഥലം, അവിടെ ഒന്നിരിക്കാൻ ഇപ്പോൾ സൗദി ഗവൺമെന്റിന്റെ നിയമമനുസരിച്ച് 1 വർഷത്തിൽ ഒരൊറ്റ വട്ടമേ അതിന് പെർമിഷൻ ഉള്ളൂ.
നമ്മുടെ നാടിന്റെ നാനാഭാഗങ്ങളിൽ മഹാനായ പ്രവാചകൻ പറഞ്ഞ വിജ്ഞാനത്തിന്റെ തോട്ടം, ഇതുപോലുള്ള മജ്ലിസുകൾ സ്വർഗത്തിന്റെ തോപ്പാൻ ധാരാളമുണ്ട്. കഴിവിന്റെ പരമാവധി ആ സദസ്സിൽ ചെന്നിരുന്ന് വഴല് കേൾക്കാൻ നാം ശ്രദ്ധാലുക്കളാകണം. കാരണം സ്വർഗത്തിനൊരു പ്രത്യേകതയുണ്ട്. വലക്കുമ്മ തസ്തഹി അംഫുസുക്കും, നിങ്ങൾ കൊതിക്കുന്നതൊക്കെ സ്വർഗത്തിൽ കിട്ടും. അങ്ങനെയാണല്ലോ, എന്താണോ ആഗ്രഹിക്കുന്നത് അത് സ്വർഗത്തിൽ കിട്ടും. ഈ സദസ്സിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് അല്ലാഹു തരും. അതുകൊണ്ട് നല്ല മനസ്സോടുകൂടി ഈ സദസ്സിൽ ഇനിയുള്ള ആളുകൾ കയറി ഇരിക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ വ്യക്തി പിറകിൽ വന്ന് കൈകെട്ടി മാറി നിന്നയാളാണ്. അള്ളാഹുവിന്റെ ഹബീബ് അവിടെ നിന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അയാൾ അള്ളാഹുവിന്റെ വിഷയത്തിൽ ലജ്ജയുള്ളവനാണ്, അള്ളാഹു അവന്റെ വിഷയത്തിലും ലജ്ജിക്കുകയാണ് എന്ന് പറഞ്ഞു. ആ വിഭാഗത്തിൽ എന്റെ കേൾക്കാൻ ദൂരങ്ങളിൽ മാറി നിൽക്കുന്നവരെ നിങ്ങൾ പെട്ടുപോകരുത്. എന്നാ പിന്നെ മൂന്നാമത്തതിൽ പെട്ടാലോ, ചുറ്റിക്കറങ്ങി അവിടെ നിന്നിട്ട് തിരിച്ചു പോകുമ്പോ അയാളെ പറ്റി റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, അള്ളാഹുവിനെ അയാൾ ഒഴിവാക്കി, അയാളെയും ഒഴിവാക്കി. അതുകൊണ്ട് ആദ്യം പറഞ്ഞ വിഭാഗത്തിലെ പെടാൻ നമ്മൾ ശ്രദ്ധിക്കാവൂ. അതുകൊണ്ട് കസേര എത്ര വേണമെങ്കിലും സംഘാടകർ തയ്യാറാക്കി തരും. നിങ്ങൾ പുറകിൽ നിൽക്കുന്ന സഹോദരങ്ങൾ ഒരുപാടൊന്നും പ്രസംഗിക്കൂല. ഇൻഷാ അല്ലാഹ് 10:30 മണി 10:45 ആകുമ്പോൾ പ്രസംഗം നിർത്തും. പിന്നെ നമുക്ക് ആവശ്യമായ കുറച്ച് ധനസമാഹരണമുണ്ട്. അതോടുകൂടി ഒരു 11:15 ആകുമ്പോഴേക്ക് നമുക്ക് ദുആ ചെയ്ത് പിരിയണം. അള്ളാഹു എല്ലാവർക്കും പഠിക്കുന്നത് പ്രവർത്തിക്കാനും പറയുന്നത് പ്രവർത്തിക്കാൻ ഈ വിനീതനും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ആരെ കണ്ടാലും നമ്മൾ ദുആ ചെയ്യാൻ പറയുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു ദുആ, എന്റെ മക്കൾക്ക് ജോലി വേണമെന്നല്ല, എനിക്ക് അധികാരത്തിന്റെ അത്യുന്നതങ്ങളിൽ എത്തിച്ചേരണമെന്നല്ല, എനിക്ക് സമ്പൽ സമൃദ്ധിയിൽ എനിക്ക് മുഴുകണം എന്നല്ല. എല്ലാവരോടും നമ്മൾ പറയുന്ന ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹം അറിയിക്കുന്നത് എന്താണ്? സാധാരണ നമ്മളൊരു ദുആരക്കാൻ ഒരാളെ പറഞ്ഞാൽ, ഒരാളോട് ദുആ വസിയത്ത് ചെയ്യാൻ ഒരു അവസരം കിട്ടിയാൽ നമ്മൾ പറയുന്നത് എന്തായിരിക്കും? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ ഓർമ്മയിലുണ്ടോ എന്ന് എനിക്കറിയില്ല, നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ഒരു സത്യവിശ്വാസിയെ, ഒരു സയ്യിദിനെ, ഒരു മഹാനായ പണ്ഡിതനെ കാണുമ്പോ നിങ്ങളും ഞാനും ഒക്കെ പറയുന്നത്, എന്റെ ആഖിബത്ത് നന്നാകാൻ ദുആരക്കണമെന്നാണ്, എന്റെ അവസാനം നന്നാകാൻ നിങ്ങൾ ദുആരക്കണമെന്നാണ്. നമുക്ക് വേണ്ടത് അതല്ലേ? നമ്മുടെ അവസാനം നന്നാകണം, നമ്മുടെ ആഖിബത്ത് നന്നാകണം. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും അവസാനത്തെ നിമിഷം, ഈ ഭൗതിക ലോകത്തെ ജീവിതത്തിന്റെ അവസാന ഘട്ടം, ആ അവസാന ഘട്ടം ഏറ്റവും ഉത്കൃഷ്ടമായാൽ മാത്രമാണ് നാളെ പരലോകത്ത് വിജയിക്കാൻ കഴിയുക. അള്ളാഹു ആഖിബത്ത് നന്നായി മരിക്കുന്നവരിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമുക്ക് നല്ല മരണം തരട്ടെ, അസൂയാവഹമായ മരണം തരട്ടെ. കാണികൾ, കാഴ്ചക്കാര് ഇതുപോലെ എനിക്കുമൊന്ന് മരിച്ചെങ്കിലെന്ന് കൊതിക്കുകയും ആ കിടക്കുന്നത് ഞാനായിരുന്നു എങ്കിൽ എന്നാഗ്രഹിച്ചു പോകുന്ന നിലയിലുള്ള നല്ല മരണം അള്ളാഹു തരട്ടെ. പേടിപ്പെടുത്തുന്ന, ഗുണപാഠമാകുന്ന, വെട്ടിക്കീറി കുത്തിത്തയ്ക്കുന്ന, മോർച്ചറികളിൽ സൂക്ഷിക്കപ്പെടുന്ന അനാഥ പ്രേതങ്ങളെ പോലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ചോര വാർന്നൊലിച്ച് എവിടെയെങ്കിലും കിടന്ന് മരിച്ചു പോകുന്ന ഒരു ദുരവസ്ഥയിൽ നിന്ന് അള്ളാഹുവേ, ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട്, ഇരിക്കുന്ന മഹാനുഭാവന്മാരുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹുവേ, ഞങ്ങൾക്ക് ഏറ്റവും വലിയ കാവൽ നൽകി നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുമെങ്കിൽ 4 കാര്യങ്ങൾ അവസാനം നന്നാകാൻ വേണ്ടി ഖുർആൻ പറഞ്ഞ 4 കാര്യങ്ങൾ നമുക്ക് ഇൻഷാ അല്ലാഹ് പറയാം. ഒരുപാട് വിശദീകരണമൊന്നുമില്ല, ഖുർആൻ പറഞ്ഞതാണ്. 4 കാര്യങ്ങൾ ഒരു മനുഷ്യൻ ചെയ്താൽ അവന്റെ അവസാനം നന്നാകും, അതിന്റെ അവസാനം ഏറ്റവും ഉത്കൃഷ്ടമായി അവന് മരിക്കാൻ കഴിയും. ഞാൻ ഇന്നലെ ബാംഗ്ലൂർ എയർപോർട്ടിൽ ഇറങ്ങി ബഹുമാന്യരായ സംഘാടകരുടെ ആ ആഗ്രഹപ്രകാരം ചക്കമക്കി എന്ന് പറയുന്ന സ്ഥലത്ത് പ്രസംഗത്തിന് പോകാൻ എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ, ഒരു വലിയ മഹാപണ്ഡിതന്റെ പ്രിയപ്പെട്ട മകൻ CH നിസാമുദ്ദീൻ എന്ന ആ സഹോദരനും നൗഷാദ് എന്ന് പറയുന്ന ഒരു സഹോദരനുമാണ് ബാംഗ്ലൂരിൽ നിന്ന് എന്നെ ക്ഷണിച്ച് നേരെ കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ വീട്ടിൽ കിടക്കാനും ഉറങ്ങാനും സൗകര്യം തന്നു. സത്യത്തിൽ ഞാൻ ഇന്ന് അവിടെ നിന്ന് യാത്ര തിരിച്ചിങ്ങോട്ട് വരുമ്പോ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഉമ്മ ആ
CH ഉസ്താദിന്റെ പ്രിയപ്പെട്ട ഭാര്യ അവര് വല്ലാതെ സങ്കടപ്പെടുകയാണ്. കാരണം ഒരു മകനെ പോലെ, ഞാനൊരു ഉമ്മയെ പോലെ കണ്ട ആ പ്രിയപ്പെട്ട മാതാവ് കുറഞ്ഞ മണിക്കൂറുകൾ മാത്രമാണ് ആ വീട്ടിൽ ഞാൻ കഴിഞ്ഞതെങ്കിൽ പോലും അവർക്ക് വലിയ സങ്കടമായി. ആ മകനും കുടുംബത്തിനും ഒക്കെ സങ്കടമായി. എനിക്കതിലേറെ സങ്കടമായി. പ്രിയപ്പെട്ടവരെ, വിട്ടുവരാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ സ്നേഹിക്കാൻ അറിയുന്നവരുടെ മണ്ണാണ് കർണാടകത്തിന്റെ ദക്ഷിണ കന്നഡ ജില്ലയുടെയും അതുപോലെ തന്നെ ചിക്കമംഗളൂരു ജില്ലയുടെയും ഒക്കെ പ്രതിനിധികളായ മുസ്ലിം സഹോദരങ്ങൾ. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, ആ ഉമ്മ അവസാനമായി എന്നോട് പറഞ്ഞ കാര്യം, ഉസ്താദ് നിങ്ങൾ അവസാനം ആക്കിബത്ത് നന്നായി മരിക്കാൻ വേണ്ടിയിട്ട് ദ്വാരക്കണം, എനിക്ക് അത്ര മതി എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിച്ചു. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട എന്നെ കേൾക്കുന്ന നൂറുകണക്കിന് സഹോദരിമാര്, ധാരാളം സഹോദരിമാരുണ്ട് എന്ന് ബഹുമാന്യരായ സംഘാടകർ പറഞ്ഞു. എല്ലാവർക്കും 4 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കും. ഇന്നത്തെ രാത്രിയിൽ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള സമ്മാനം അത്രയേ ഉള്ളൂ. ആ 4 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് ചെയ്യാം എന്ന് പ്രതിജ്ഞ എടുത്തു പോയാൽ അവസാനം നമുക്ക് നന്നാകാൻ കഴിയും. അള്ളാഹു അങ്ങനെയുള്ളവരിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇപ്പോ സ്വർഗത്തിന്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് നാട്ടുകാര്, ഈ ആളുകൾ മുഴുവനും പറയും, ഓ ആ മനുഷ്യൻ സ്വർഗാവകാശിയാണ്, അയാള് സ്വർഗാവകാശിയാണ്, എല്ലാരും പാടി പുകഴ്ത്തും. പക്ഷേ മഹാനായ പ്രവാചകൻ പറയുന്നു, മരിക്കുന്നതിന് സെക്കൻഡുകൾക്ക് മുമ്പ് ഖാബിലുൽ അർവാഹ് മലക്ക് അസ്റായീൽ അവന്റെ സമക്ഷത്തിലേക്ക് കടന്നു വന്നവന്റെ ആത്മാവിനെ പിടിച്ചെടുക്കുന്ന സമയത്ത് അവരേതെങ്കിലും ഒരു കാര്യം, നരകത്തിന്റെ കാര്യം ചെയ്താൽ അവൻ നരകത്തിലാണ് എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. നാട്ടുകാര് മുഴുവനും വിലയിരുത്തി സർട്ടിഫിക്കറ്റ് കൊടുത്തു, ഇവൻ നരകാവകാശിയാണ്, ഇവൻ കൊള്ളാത്തവനാണ്, ഇവൾ ബഹിഷ്കരിക്കപ്പെടേണ്ടവളാണ്, ഇവൾ നാട്ടിൽ നാട്ടി ഓടിക്കപ്പെടേണ്ടവളാണ്, ഇവൾ ഒന്നിനും കൊള്ളാത്തവളാണ് എന്നൊക്കെ ജനങ്ങൾ മുഴുവനും വിധി എഴുതിയ ഒരു പെണ്ണ് അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ മരിക്കുന്നതിന് തൊട്ടു മുമ്പ്, സെക്കൻഡുകൾക്ക് മുമ്പ് ആ സ്ത്രീ, ആ പുരുഷൻ സ്വർഗത്തിന്റെ ഏതെങ്കിലും ഒരു അമല് ചെയ്താൽ ദഖലൽ ജന്ന, അവന് സ്വർഗമുണ്ട് എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് പരലോകത്തിന്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കുന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരിക്കുന്ന സമയത്തുള്ള നമ്മുടെ ആ ഒരു സെക്കൻഡ്, മരണസമയത്തുള്ള നമ്മുടെ ആ ഒരു അവസ്ഥ വെച്ചുകൊണ്ടാണ് പരലോകത്ത് എന്താണ് നമ്മുടെ അവസ്ഥ എന്ന് നിർണയിക്കപ്പെടുക. അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കണം, ഒരാളുടെ ശ്രദ്ധയും പോകരുത്. ഇത് കൃഷ്ണപുരം എന്ന് പറയുന്ന സ്ഥലം, കൃഷ്ണാപുര. ഇതിന്റെ തൊട്ടടുക്കൽ ഒരു 10 വർഷത്തിന് മുമ്പ് സൂറത്കലിൽ ഞാൻ പ്രസംഗിക്കാൻ വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ്, നമുക്ക് മരിക്കുമ്പോ നന്നായിട്ട് മരിക്കണം. ഈ ഒരു നമ്മുടെ ഈ സംഗമത്തിന് അതല്ലേ ഏറ്റവും വലുത്. നിങ്ങൾ നോക്ക്, ഞാൻ മരിച്ചു എന്ന് കേട്ടാൽ നിങ്ങൾ എത്ര പേര് ദ്വാരക്കും? നിങ്ങളിൽ ആരെങ്കിലും മരണപ്പെട്ടു എന്നറിഞ്ഞാൽ ഈ വിനീതനടക്കമുള്ള പ്രഭാഷകന്മാർ പ്രഭാഷണ വേദികളിൽ മുഴുവനും നിങ്ങളുടെ കാര്യം പറഞ്ഞ് ദ്വാരക്കും. ഇതല്ലേ നമുക്കിതിൽ കിട്ടുന്ന ലാഭം. അല്ലാതെ നിങ്ങൾ എന്ത് തന്നാൽ എനിക്ക് തികയും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് തരാൻ കഴിയും, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ തരിക? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലാഭം എന്ന് പറയുന്നത് എനിക്കും നിങ്ങൾക്കും നന്നായിട്ട് ആഖിറത്തിൽ വിജയിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ബന്ധമാണ്. ആ ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ പറയുന്നു, നമ്മുടെ അവസാനം നന്നാക്കണം, അവസാനം നന്നാകണം. ആ അവസാനം നന്നാകിയാൽ മാത്രമേ നാളെ പരലോകത്ത് വിജയിക്കാൻ കഴിയുകയുള്ളൂ. ഒരിക്കൽ ഒരു സഹാബിയുടെ കഥ പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാം. ഒരു സഹാബി, അദ്ദേഹം ധീരമായി ശത്രുക്കളോട് പോരാടുകയാണ്. ചുവടുവെപ്പുകൾ മറ്റുള്ളവർക്ക് അത്ഭുതം തോന്നുന്ന രീതിയിൽ ഇസ്ലാമിന്റെ ശത്രുക്കളോട് പോരാട്ടത്തിന്റെ രണഭൂമിയിൽ ശത്രുക്കളുമായിട്ടുള്ള പോരാട്ടം നടക്കുമ്പോ ചുവടുവെപ്പുകൾ അത്ഭുതകരമായി വെച്ച് ഇസ്ലാമിന്റെ പോരാട്ടത്തിന്റെ ഒരു ഭാഗമായി ചേർന്ന ഒരു സഹാബിയുടെ ത്യാഗം കണ്ടപ്പോൾ കൂടെയുള്ള സഹാബാക്കൾ മുസ്തഫായി നബിയോട് പറഞ്ഞു, നബിയേ, ആ മനുഷ്യൻ എത്ര ഭാഗ്യവാനാണ്, അയാൾ എത്ര ഭാഗ്യവാനാണ്. കാരണം ഇസ്ലാമിന് വേണ്ടിയിട്ടല്ലേ അയാൾ യുദ്ധം ചെയ്യുന്നത്, അയാളുടെ ഓരോ ചുവടുവെപ്പുകളും അത്ഭുതമാണ് നബിയെ എന്ന് പറഞ്ഞപ്പോ അള്ളാന്റെ ഹബീബ് പറഞ്ഞെന്താന്നറിയോ? കാര്യം അതൊക്കെ ആണെങ്കിലും അയാള് നരകാവകാശിയല്ലേ സഹാബാ, എന്ത് ചെയ്യാൻ കഴിയും? ഇതെന്റെ വാക്കല്ല, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറഞ്ഞത് സഹൽ ഇബ്നു സഈദ് സാഇദി റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുകയാണ്. സഹാബാക്കൾ ഇയാളെ പറ്റി മദ്ഹ് പറഞ്ഞ് ഇയാള് ധീരനാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയപ്പോ നബി തങ്ങൾ പറയുന്നു, അയാൾ നരകാവകാശിയല്ലേ, പിന്നെന്ത് ചെയ്യാൻ കഴിയും? ആരെ പറ്റിയാ പറയുന്നത്? ഏതെങ്കിലും പള്ളിയിലെ കാളിയെ പറ്റിയാണോ? ഏതെങ്കിലും പള്ളിയിലെ പ്രസിഡന്റിനെ പറ്റിയാണോ? ഏതെങ്കിലും ഒരു മുസ്ലിം പണ്ഡിതനെ പറ്റിയാണോ? ഏതെങ്കിലും ഒരു ജംഇയ്യത്തുൽ ഉലമയുടെ നേതാവിനെ പറ്റിയാണോ? ഒരു സഹാബിയെ പറ്റിയാ പറയുന്നത്. കേവലം ഒരു സഹാബി മാത്രമാണോ ഇസ്ലാമിന്റെ സംസ്ഥാപനത്തിനു വേണ്ടി പോരാട്ടത്തിന്റെ പാതയിൽ വാളും പരിചയം എടുത്തിട്ട് രണഭൂവിൽ സ്വന്തം ജീവനും ജീവിതവും സമർപ്പിക്കുന്ന ഒരു ധീര പോരാളിയുടെ ആ ത്യാഗം കണ്ടിട്ട് മറ്റ് സഹാബാക്കൾ അയാൾ വിജയിച്ചില്ലേ എന്ന് ചോദിച്ചപ്പോൾ അള്ളാന്റെ റസൂല് പറയുന്നു, കാര്യമൊക്കെ ശരി, പക്ഷെ അയാൾ നരകത്തിലാണല്ലോ. സഹൽ ഇബ്നു സഈദ് സാഇദി തങ്ങൾ പറയുന്നു, ഞാൻ അയാളെ പിന്നാലെ കൂടി. എന്താണ് ഇയാളുടെ കുഴപ്പമെന്നറിയാൻ, ഇയാൾ എന്താണ് ഇയാളുടെ പ്രോബ്ലം അതറിയണമല്ലോ. നോക്കുമ്പോൾ ശത്രുക്കളിൽ നിന്നൊരു വലിയ വെട്ടുകൊണ്ട് ഇയാളുടെ ശരീരത്തിൽ നിന്ന് നയാഗ്ര പോലെ ചോര ചാലിട്ടൊഴുകുന്നു. ഇദ്ദേഹം ഓടി 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 മരുപ്പച്ച അകലയായ മരുഭൂമിയിൽ ഇയാൾ എല്ലാവരിൽ നിന്നും മറഞ്ഞു എന്ന് കണ്ടപ്പോൾ സഹോദരങ്ങളെ, അയാൾ തന്റെ വാള് നിലത്തേക്ക് പൂഴ്ത്തി വെച്ചിട്ട് ആ വാളിന്റെ പിടി ഭൂമിയിലേക്ക് ആഴ്ന്നിറക്കി വെച്ച് ഇങ്ങനെ അതിനെ ഇറക്കി വെച്ചിട്ട് ആ അഗ്രഭാഗം, വാളിന്റെ അഗ്രഭാഗത്തേക്ക് അയാൾ ഇങ്ങനെ എടുത്തൊരൊറ്റ ചാട്ടമാണ്. അത് നെഞ്ചിലേക്ക് തുളച്ചു കയറിയിട്ട് അയാൾ പിടഞ്ഞ് മരുഭൂമിയിൽ മരിക്കുന്നു, ആത്മഹത്യ ചെയ്യുന്നു. ഇത് കണ്ട് ആ സഹാബി ഓടി. പിന്നാലെ പോയ സഹാബി ഓടി വന്നിട്ട് റസൂലുള്ളാഹിയോട് പറഞ്ഞു, നബിയേ, എന്റെ ഈമാൻ ഇതാ ഒരിക്കൽ കൂടി ഉറപ്പിക്കപ്പെട്ടിരിക്കുകയാ. വാരിയല് കൊണ്ട് മൂടപ്പെട്ട ഹൃദയാന്തരാളങ്ങളിൽ എന്റെ ഈമാൻ ഇതാ ഉറച്ചു നബിയേ. സഹാബാക്കളുടെ മുമ്പിൽ വെച്ച് റസൂലുള്ള ചോദിക്കുകയാണ്, അതിനിപ്പോ എന്താ സംഭവിച്ചത്? ഉണ്ടായ കാര്യങ്ങളെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വിശദീകരിക്കുമ്പോൾ എന്നെ കേൾക്കാൻ വേണ്ടിയിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ഒരുമിച്ചുകൂടി നിങ്ങളോട് ഞാൻ ഈ വിഷയം പറഞ്ഞുകൊണ്ട് തന്നെ ആരംഭിക്കട്ടെ. ഒരു മനുഷ്യന്റെ പരലോകത്തിന്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കപ്പെടുന്നത്, ഒരു മനുഷ്യന്റെ പരലോകത്തെ വിജയ പരാജയങ്ങളെ നിർണയിക്കപ്പെടുന്നത് ഈ ഭൗതിക ലോകത്തിൽ നിന്ന് വിട പറയുന്ന അവസാന സമയമുണ്ടല്ലോ, അവന്റെ ആത്മാവ് ശരീരത്തോട് വിട പറയുന്ന സമയമുണ്ടല്ലോ, ആ സമയത്താണ് ആ മനുഷ്യന്റെ പരലോകത്തിന്റെ വിജയത്തെ പറ്റിയിട്ട് പരാജയമാണോ വിജയമാണോ എന്ന് നിശ്ചയിക്കപ്പെടുക. അതുകൊണ്ട് ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ 4 അമലുകൾ ഞാൻ പറയാ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്ന 4 സ്ഥലങ്ങളിൽ, സൂറത്തുൽ അഅറാഫിലും സൂറത്തുൽ ഹൂദിലും സൂറത്തുൽ ത്വഹായിലും സൂറത്തുൽ ഖസസിലുമായിട്ട് 4 സ്ഥലങ്ങളിലാണ് പടച്ചതമ്പുരാൻ പറഞ്ഞത്, വൽ ആഖിബത്തുൽ മുത്തഖീൻ, അന്തിമ വിജയം മുത്തഖീങ്ങൾക്കാണ്, സൂക്ഷ്മജ്ഞാനി സൂക്ഷ്മതയുള്ളവർക്കാണ്, അല്ലാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കുന്നവർക്കാണ് അന്തിമ വിജയമുള്ളത് എന്ന് വിശുദ്ധ ഖുർആനില് അല്ലാഹു പരിചയപ്പെടുത്തുമ്പോ സഹോദരങ്ങളെ, മുത്തഖീങ്ങൾക്കാണ് അന്തിമ വിജയമെന്ന് ഖുർആനിൽ 4 സ്ഥലങ്ങളിൽ പറയുക മാത്രമല്ല, ആ 4 സ്ഥലങ്ങളിലും അല്ലാഹു പറയുന്നത് ആയത്തിന്റെ പിൻകുറിയാണ്, ആയത്തിന്റെ എൻഡാണ്, ആയത്തിന്റെ അവസാന ഭാഗമാണ്. ആ 4 സ്ഥലത്തും ആയത്ത് തുടങ്ങുന്നത് 4 അമലുകൾ പറഞ്ഞുകൊണ്ടാണ്. ഹരേ കൃഷ്ണാപുരത്തിന് കേൾക്കുന്ന ചെറുപ്പക്കാരാ, എന്നെ കേൾക്കുന്ന നൂറുകണക്കിന് സഹോദരിമാരോട്, പ്രകാശത്തെ സൃഷ്ടിച്ച അല്ലാഹുവിന്റെ ബുധനാഴ്ച ദിവസമെന്ന മനോഹരമായ ദിവസത്തില് ഈ അനുഗ്രഹീതമായ ബുധനാഴ്ച രാവിലെ ഈ പരിശുദ്ധമായ പള്ളിയുണ്ടല്ലോ, ബദറുൽ ഹുദ എന്ന മസ്ജിദിന്റെ തിരുമുറ്റത്തൊരുമിച്ചു കൂടിയ നൂറുകണക്കിന് സഹോദരിമാരോട് സഹോദരങ്ങളോട് ഈ വിനീതനെന്ന പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗമായ സമ്മാനമായി പറയുകയാണ്, 4 അമലുകൾ നമ്മൾ ചെയ്യേണ്ടവരാണ്. ആ 4 അമലുകൾ നമ്മൾ ചെയ്താൽ ഇൻഷാ അല്ലാഹ് അവസാനം നമ്മുടെ സത്താകുന്ന ആത്മാവ് കൊട്ടാകുന്ന ശരീരത്തിൽ നിന്ന് വിട പറയുമല്ലോ. വലതുകാലി ഇടതുകാലിനോട് സലാം പറയുന്ന, വലതു കണ്ണ് ഇടതു കണ്ണിനോട് സലാം പറയുന്ന, എല്ലാവരെയും കരയിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും സങ്കടത്തിലാക്കിക്കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോ 4 അമലുകൾ ജീവിതത്തിൽ മുറുകെ പിടിച്ച മുസ്ലിം പെണ്ണേ,
അവസാന നിമിഷം നിനക്ക് നന്നായിട്ട് മരിക്കാൻ കഴിയുമെന്നാണോ? അവസാന ചിരിച്ചുകൊണ്ട് നീ തിരിച്ചു പോകേണ്ടവളാണല്ലോ. നീ ഈ ഭൂമി ലോകത്തേക്ക് വന്നപ്പോൾ കരഞ്ഞുകൊണ്ടല്ലേ വന്നത്? ലേബർ റൂമിനകത്ത് നിന്നെ പ്രസവിച്ച നിന്റെ പ്രിയപ്പെട്ട ഉമ്മ, ആ ഉമ്മ വേദന കൊണ്ട് വേദന സഹിച്ചുകൊണ്ട് പ്രസവിച്ചെങ്കിൽ പോൽ നീ എന്ന നിന്നെ കണ്ടപ്പോ, നീ എന്ന കുഞ്ഞിനെ കണ്ടപ്പോ നിന്റെ പ്രിയപ്പെട്ട ഉമ്മ വല്ലാതെ ചിരിച്ചു മോളെ. നിന്റെ പ്രിയപ്പെട്ട ഉമ്മ വല്ലാതെ ചിരിച്ചു മോനെ. ആ പ്രിയപ്പെട്ട ഉമ്മ മാത്രമല്ല, പുറത്തു നിൽക്കുന്ന മാതാപിതാക്കള്, സഹോദരങ്ങള്, ബന്ധുക്കള്, കൂട്ടുകാരെല്ലാവരും ചിരിക്കുകയാണ്. എന്തുകൊണ്ട്? നീ പ്രസവിക്കപ്പെട്ടതറിഞ്ഞിട്ട് എല്ലാവരും മധുരം കൊടുക്കുകയാണ്, എല്ലാവരും അക്കീക്കറുക്കാനുള്ള ഓട്ടത്തിലാണ്, പലരും പേര് വിളിക്കാനുള്ള വെപ്രാളത്തിലാണ്, പലരും പ്രിയപ്പെട്ടവരെ വീട്ടിലേക്കൊരു പുതിയ അതിഥി വരുന്ന സന്തോഷത്തിൽ ആറാടുകയാണ്. ആ സമയത്ത് നീ എങ്ങനെയാണ് ലേബർ റൂമിൽ നിന്ന് പുറത്തേക്ക് വരുന്നതെന്നറിയോ? നിന്റെ ഉമ്മയുടെ ഇടുങ്ങിയ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വന്നത് എങ്ങനെയാണെന്നറിയോ? വലതുക ഉമ്മുക ابن آدم باكيا والناس حولك يلحقون سرورا فاجهد لنفسك أن تكون إذا بكوا في يوم موتك لاحقا مسرورا. എന്റെ പ്രിയപ്പെട്ടവരെ, കവി പറഞ്ഞത് എത്രയോ അർത്ഥവത്താണ്. നിന്റെ ഉമ്മ നിന്നെ പ്രസവിച്ച സമയത്ത് എല്ലാവരും ചിരിക്കുകയായിരുന്നല്ലോ. ആ സമയത്ത് നിന്റെ വരവെങ്ങനെയാണ്? കരഞ്ഞുകൊണ്ടാണ്. ഉമ്മാന്റെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന പൊന്നുമോനെ, നീ കരഞ്ഞുകൊണ്ടാ ദുനിയാവിൽ വന്നത്. ഇനി നീ തിരിച്ചു പോകുന്നവരെ രംഗമുണ്ടെപ്പോഴാ? നീ വരുന്നു എന്നറിഞ്ഞപ്പോൾ ചിരിച്ചവരെല്ലാം കരയുകയാണ്. ആ കരച്ചിൽ നിന്റെ മരണത്തെ ഓർത്തുകൊണ്ടാണ്. ഈ ലോകത്ത് നിന്ന് നിന്റെ മടക്കം കണ്ടുകൊണ്ട് കരഞ്ഞു പോകുന്ന കുടുംബാദികളുണ്ടല്ലോ, അവരെല്ലാം കരയുന്ന ഒരു ദിവസമുണ്ട്. അന്ന് നീ തിരിച്ചു പോകുമ്പോ ചിരിച്ചു കൊണ്ടുപോകണം. ചെറുപ്പക്കാരാ, കൃഷ്ണാപുരത്തെ നിങ്ങളോട് എനിക്ക് പങ്കുവെക്കാനുള്ളത് അതാണ്. നിങ്ങളെ ഉമ്മ പ്രസവിച്ച ദിവസത്തിൽ നിങ്ങൾ കരഞ്ഞപ്പോ ചുറ്റുവട്ടത്തുള്ളവരെ ചിരിക്കുകയായിരുന്നല്ലോ. ഇനി ആ ചുറ്റുവട്ടത്തുള്ളവരെ കരയുമ്പോ നിങ്ങൾ തിരിച്ചു പോകേണ്ടത് കരഞ്ഞുകൊണ്ടല്ല, ചിരിച്ചുകൊണ്ടാണ്. അങ്ങനെ ചിരിച്ചുകൊണ്ട് തിരിച്ചു പോകാൻ വിശുദ്ധമായ ഖുർആൻ സൂറത്തുകളിൽ 4 സൂറകളിൽ പഠിപ്പിച്ച 4 അമലുകൾ നിങ്ങൾ ചെയ്യോ. എന്നാ നിങ്ങളുടെ അവസാനം നന്നാണ്, ആഖിറത്ത് നന്നാകുമെന്ന് പറഞ്ഞത് പരിശുദ്ധ ഖുർആനാണ്. എന്റെ വാക്കുകളല്ല. ഇറാഖുരത്തിന്റെ അന്തരീക്ഷത്തെ കീറി മുറിച്ചുകൊണ്ട് മസലൽ അമീൻ മലക്ക് ജിബ്രീൽ ഓടിക്കൊടുത്ത ഖുർആൻ, ആഗോള സംസ്കാര സംശുദ്ധ സിദ്ധാന്തം വിളിച്ചോടുന്ന വിശുദ്ധ ഖുർആൻ, ലോകം ദാഹിച്ചുകൊണ്ടിരുന്ന വിമോചന സരണി വിശുദ്ധ ഖുർആൻ, പുരാതന കാലത്തെ പ്രാകൃതന്റെ പുരോഗമന കാലത്തെ പരിഷ്കൃതന്റെ മനോമുഖരത്തിലെ പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടിയ അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ല പറയുകയാണ്. ആദ്യമായി സഹോദരങ്ങളെ, സൂറത്തുൽ അറാഫ് തന്നെ എടുക്കാം. ആ സൂറത്തുൽ അറാഫിൽ പറഞ്ഞ അമൽ നിങ്ങൾ ചെയ്യുവോ? ഇന്നത്തെ ഈ രാത്രി നിങ്ങൾ ചെയ്യുവോ? എന്റെ ചുണ്ടുകളിലും നാവിന്റെ സഹായത്തോടെ പുറത്തു വരുന്ന ശബ്ദത്തെ നിങ്ങൾ ചെകിടുകൊണ്ട് കേട്ടാ പോരാ. എന്റെ ഹൃദയത്തിൽ നിന്ന് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒഴുകി വരുന്ന നസീഹത്തുകളായിട്ട് ഇന്നത്തെ രാത്രിയിലെ ഈ പ്രഭാഷണം മാറിയാലേ അത് നമുക്ക് ഉപകാരപ്പെടുകയുള്ളൂ. അതുകൊണ്ട് പഠിച്ചു വെച്ചോ. ആഖിബത്ത് നന്നാകാ, അവസാനം നന്നാകാ. നാളെ പരലോകത്ത് വിജയത്തിന്റെ ഉന്നതമായ അവസ്ഥകളിൽ എത്തിച്ചേരാ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് അല്ല പറയുകയാണ്. ഖാല മൂസാ ലിഖൗമിഹി ഇസ്തഈനൂ ബില്ലാഹി വസ്ബിറൂ ഇന്നൽ അർള ലില്ലാഹി യൂരിസുഹാ മൻ യശാഉ മിൻ ഇബാദിഹി വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. ഇന്ന് വീട്ടിൽ ചെന്നിട്ട് ഖുർആൻ എടുക്കുമോ? ഫാത്തിഹ കഴിഞ്ഞ്, ബഖറ കഴിഞ്ഞ്, ആലി ഇംറാൻ കഴിഞ്ഞ്, നിസാ കഴിഞ്ഞ്, മാഇദ കഴിഞ്ഞ്, അൻആം കഴിഞ്ഞ്, അറാഫ് എന്ന അധ്യായം നിങ്ങൾ എടുക്കുമോ? ആ അറാഫ് എന്ന അധ്യായത്തിന്റെ 128ാമത്തെ ആയത്താണെന്നാണ് എന്റെ ഓർമ്മ. ആ ആയത്തിൽ അല്ലാഹു പറഞ്ഞതെന്തെന്നറിയോ? അല്ലാഹു പറയുന്നു, ഖാല മൂസാ ലിഖൗമിഹി ഇസ്തഈനൂ ബില്ലാഹ് ഇസ്തഈനൂ ബില്ലാഹ്
ഒന്നാമതായിട്ട് ചെയ്യേണ്ട അമൽ എവിടെയാണ്? സയ്യിദുനാ കലീമുല്ലാഹി മൂസ 136 പ്രാവശ്യം ഖുർആനിലെ പേര് പരാമർശിക്കപ്പെട്ട കലീമുല്ലാഹി മൂസ, തോറ എന്ന വേദഗ്രന്ഥം അല്ലാഹു ആദരിച്ചു നൽകിയ മൂസ. പ്രിയപ്പെട്ടവരെ, മൂസാ നബി തന്റെ ജനതയോട് പറയുന്ന വാക്കാണ് ഇസ്തഈനൂ ബില്ലാഹ്. നിങ്ങൾക്ക് എന്ത് പറയാനുണ്ടെങ്കിലും, എന്ത് ചോദിക്കാനുണ്ടെങ്കിലും, എന്തെല്ലാ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വേട്ടയാടപ്പെട്ടാലും, മാനസിക വ്യഥകള്, നിങ്ങളുടെ ശാരീരികമായ ദുർബലതകള്, നിങ്ങളുടെ സാമ്പത്തികമായ പരാധീനതകള്, നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും പ്രശ്നങ്ങളും നിങ്ങൾ പറയേണ്ടത് ആരോടാണ്? ഇസ്തഈനൂ ബില്ലാഹ്. സർവശക്തനും സർവാധിനാഥനും സർവഗുണസമ്പൂർണനും സർവലോക സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവുമായ കല്ലിടുക്കിലെ പുൽക്കൊടിക്ക് പോലെ കുടിനീര് കൊടുക്കുന്ന, വാരിയല്ല് കൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിന്റെ ഉള്ളറകളിലുള്ള ചലനനിശ്ചലനങ്ങളെ കേൾക്കുന്ന, അറിയുന്ന, യഅ്ലമു ഖായിനത്തൽ അയ്യുനി വമാ തുഖ്ഫി സുദൂർ, ഒളിക്കണ്ണുകൊണ്ടുള്ള നോട്ടമറിയുന്ന പടച്ചറബുണ്ടല്ലോ, ആ പടച്ചറബിനോട് നിങ്ങൾ സഹായം അഭ്യർത്ഥിക്കണേ. ആരോടാ സഹായം തേടേണ്ടത്? അല്ലാഹുവിനോട് നിങ്ങൾ സഹായം തേടണമെന്ന് പരിശുദ്ധ ഖുർആൻ ഇത് മൂസാ നബി തന്റെ ജനതയോട് പറഞ്ഞ ഒന്നാമത്തെ കാര്യമാണ്. ആ കാര്യം പറഞ്ഞിട്ട് ആയത്ത് അവസാനിപ്പിക്കുന്നത് വല്ലാഖിബത്തുൽ മുത്തഖീൻ. നിങ്ങൾക്ക് അവസാനം നല്ല മരണം കിട്ടണോ? മുത്തഖീങ്ങളാവുക. ആ മുത്തഖീങ്ങളായി മരിക്കുമ്പോ നിങ്ങൾക്ക് വിജയം ലഭിക്കുമെന്ന് പറഞ്ഞ പിൻകുറി ആയത്തിന്റെ ആമുഖം അല്ലാഹു പറയുന്നത്, നിങ്ങൾ എന്ത് സങ്കടങ്ങൾ വന്നാലും സഹായം അല്ലാഹുവിനോട് ചോദിക്കുക. ഇത് പറയുമ്പോ നിങ്ങൾ വിചാരിക്കും, ഇയാള് മുജാഹിദാണോ ജമാഅത്താണോ ഇനി ഏത് വകുപ്പാ? ശ്രദ്ധിച്ച് കേട്ടോളൂ. ഇത്രയും കേട്ടോണ്ട് പോയിട്ട് ഇയാള് മുജാഹിദ് എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. എന്ത് കേട്ടാലും എന്ത് പറഞ്ഞാലും അള്ളാന്റെ തൗഫീക്ക് കൊണ്ട് ചേമ്പലയിൽ മഴവെള്ളം വീണതുപോലെ എൻ്റെ തൊലിയിൽ തട്ടി പുറത്തു പോകുന്നതല്ലാതെ ഒന്ന് താഴോട്ടിറങ്ങാറില്ല. അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ പിടികിട്ടും. ഞാൻ 916 സുന്നി തന്നെയാണ്, യാതൊരു സംശയവും കാര്യത്തിലില്ല. ഒരിക്കൽ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ തഫ്സീറുകളിൽ കാണാം, ജിബ്രീൽ അലൈഹിസ്സലാം, സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് യാക്കൂബ് നബിയോട് സലാം പറഞ്ഞു. യാക്കൂബ് നബി സലാം മടക്കി. ജിബ്രീൽ അലൈഹിസ്സലാം യാക്കൂബ് നബിയോട് ചോദിച്ചു, അല്ല പറഞ്ഞു വിട്ടു യാക്കൂബ് നബിയെ, അമാ തസ്തഹി, നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കാൻ. ഉളുപ്പെന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഇല്ല ഇല്ല, അതെനിക്കറിയാൻ മനസ്സിലായില്ല. നിങ്ങൾക്ക് ലജ്ജയുണ്ടോ? ഇപ്പൊ മനസ്സിലായോ? നിങ്ങൾക്ക് നാണം ഉണ്ടോ? നിങ്ങൾക്ക് അല്പമെങ്കിലും നാണം ഉണ്ടോ? നിങ്ങൾക്ക് ലജ്ജ ഉണ്ടോ? ആരാ ചോദിക്കുന്നത്? അല്ലാഹു. ആരോടാ? യാക്കൂബ് നബിയോട്. ആരാ വന്ന് പറയുന്നത്? സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. യാക്കൂബ് നബി അലൈഹിസ്സലാം അത്ഭുത പരതന്ത്രനായി, സംഭീതനായി, പരിഭ്രമ ചിത്തനായി, വ്യാകുല വിഹുലനായി, വിഷാദ വിഷണ്ണനായി അള്ളാഹുവിന്റെ ജിബ്രീൽ എന്ന മലക്കിനോട് ചോദിച്ചു, എന്താണ് റീസൺ? എന്താ കാര്യം? എന്നോട് നാണം ഉണ്ടോ ലജ്ജയുണ്ടോ എന്ന് ചോദിക്കാൻ കാരണം എന്താണ്? ശ്രദ്ധിച്ച് കേൾക്കണേ. യാക്കൂബ് നബി അലൈഹിസ്സലാമിനോട് ജിബ്രീൽ അലൈഹിസ്സലാം പറയാണ്, നിങ്ങളുടെ സങ്കടങ്ങളും നിങ്ങളുടെ വിഷമങ്ങളും നിങ്ങളുടെ പ്രയാസങ്ങളും അള്ളാഹുവിനോട് പറഞ്ഞ പോരെ, നിങ്ങൾ എന്തിനാണ് നാട്ടുകാരോട് ഇതൊക്കെ പറഞ്ഞു നടക്കുന്നത്? യാക്കൂബ് നബിക്ക് അപ്പോഴാണ് ബോധോദയമുണ്ടായത്. കാരണം തൊട്ടു മുമ്പ് യാക്കൂബ് നബിയുടെ ഒരു സഹോദരൻ വീട്ടിൽ വന്നു. യാക്കൂബ് നബിയോട് ചോദിച്ചു, അല്ല യാക്കൂബേ, കണ്ണിന്റെ കാഴ്ചയൊക്കെ പോയോ? അതെ. എന്താ അതിന്റെ കാരണം? എന്റെ യൂസുഫ് നഷ്ടമായപ്പോൾ കരഞ്ഞ് 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 എന്റെ കൃഷ്ണമണി വെളുത്തുപോയി. ഖുർആൻ പറഞ്ഞില്ലേ, എന്റെ കണ്ണുകൾ കരഞ്ഞ് 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 കൃഷ്ണമണി വെളുത്തുപോയി. ചോദിച്ചു, എന്താ മുതുക് വില്ലുപോലെ വളഞ്ഞിരിക്കുന്നത്? യാക്കൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, എന്റെ ബിന്യാമീനും കൂടെ നഷ്ടപ്പെട്ടപ്പോൾ പുറത്തേക്കൊന്നും ഇറങ്ങാതെ ഒറ്റ ഇരിപ്പ. അങ്ങനെ ഇരുന്നിരുന്നിരുന്നിരുന്ന് എന്റെ മുതുകിങ്ങനെ വില്ലുപോലെ വളഞ്ഞുപോയി. ഇത് തന്റെ സഹോദരനോട് വിവരിച്ചു കൊടുക്കുമ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാമിനെ അല്ലാഹ് അയച്ചിട്ട് ചോദിക്കുന്നു, അമാ തസ്തഹി, നിങ്ങൾക്ക് ലജ്ജയില്ലേ? എന്താ
ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് റബ്ബിനോട് പറഞ്ഞാ പോരെ? ആ സമയത്ത് യാക്കൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞ വാക്കാണ് ഖുർആൻ സൂറത്ത് യൂസുഫിൽ കാണാം, ഇന്നമാ അഷ്കൂ ബത്തി വഹുസ്നി ഇലല്ലാഹ്. ഇന്നമാ അഷ്കൂ ബത്തി വഹുസ്നി ഇലല്ലാഹ്. എന്റെ സങ്കടങ്ങളും ദുഃഖങ്ങളും പരാതികളും പരിഭവങ്ങളും ഞാൻ നിന്നോട് പങ്കുവെക്കുന്നു തമ്പുരാനെ, ഞാൻ നിന്നോട് പറയുന്നു, ആവലാതി ബോധിപ്പിക്കുന്നു തമ്പുരാനെ. യൂസുഫ് നബിയെ തിരിച്ചു കൊടുത്തു. യൂസുഫ് നബിയുടെ കുപ്പായം തലയിലിട്ടപ്പോൾ കാഴ്ച തിരിച്ചു കിട്ടി, ബിന്യാമീനെ തിരിച്ചു കിട്ടി. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വില്ലുപോലെ വളഞ്ഞ മുതുകൊക്കെ നിവർന്നു. യാക്കൂബ് നബി അലൈഹിസ്സലാം പഴയതുപോലെയായി. സങ്കടങ്ങൾ അള്ളാഹുവിനോട് ബോധിപ്പിക്കാതെ സ്വന്തം സഹോദരനോട് ഇതെല്ലാം പറഞ്ഞപ്പോൾ മഹാനായ ജിബ്രീൽ വന്നിട്ട് ചോദിക്കുന്നു, അലൈഹിസ്സലാം നിങ്ങൾക്ക് നാണമുണ്ടോ? ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഞങ്ങൾ എത്ര കാളിയാരോട് പോലും എപ്പോഴെല്ലാം പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഭാര്യയ്ക്ക് സുഖമില്ല, എൻ്റെ മക്കൾക്ക് സുഖമില്ല എന്നൊക്കെ. അപ്പൊ ഇതൊക്കെ അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യമാണോ? അങ്ങനെയല്ല ഈ പറഞ്ഞത്, അങ്ങനെയല്ല. ലോകത്തെ നമ്മൾ ഓരോരുത്തരും വളരെ ആദരവോടെ നോക്കിക്കാണുന്ന സയ്യിദുനാ ഇമാമുനാ ശാഫിഈ റളിയല്ലാഹു തആല അൻഹു, മിസ്റിൽ മഹാനായ ഈജിപ്തിൽ ശാഫിഈ റളിയല്ലാഹു തആല അൻഹുവിന് രോഗം വന്നാൽ അദ്ദേഹത്തിന്റെ കീഴിൽ പഠിക്കുന്ന ദർസിലെ കുട്ടികളെ വിളിച്ചിട്ട് പറയും, നഫീസത്തുൽ മിസ്രിയോട് ചെന്നിട്ട് നിങ്ങൾ പറ, ഉസ്താദിന് ദുആരക്കാൻ സുഖമില്ല. ഓടിച്ചെല്ലും മക്കളെ. ആ മുതഅല്ലിമീങ്ങൾ ഓടിച്ചെല്ലും. ഒരു സ്ത്രീയാണ് ബീബി നഫീസത്തുൽ മിസ്രിയ. അവരോട് ചെന്നിട്ട് ഉസ്താദ് ഷാഫി ഇമാമിന് സുഖമില്ല എന്ന് പറയുമ്പോൾ ആ മഹദി ദുആ ചെയ്യും. ദുആ ചെയ്ത് ആമീൻ പറഞ്ഞ് കുട്ടികൾ തിരിച്ച് ഉസ്താദിന്റെ അടുത്തെത്തുമ്പോഴേക്കും ഉസ്താദിന്റെ രോഗം മാറിയിട്ടുണ്ടാകും. അങ്ങനെ ഒരിക്കൽ പോയി തിരിച്ചു വരുമ്പോഴാണ് രോഗം മാറിയില്ല. ഉസ്താദ് ചോദിച്ചു, മക്കളെ നിങ്ങൾ ഉമ്മയെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ചില്ലേ? നഫീസത്തുൽ മിസ്രിയെ കൊണ്ട് ചെയ്യിപ്പിച്ചു. എന്തെങ്കിലും പറഞ്ഞോ? അള്ളാഹുവിന്റെ വജ്ഹിന്റെ അടുക്കൽ വെളിവാകാൻ സമയമായി എന്നൊരു വാക്ക് പറഞ്ഞു ഉസ്താദേ. ഷാഫി ഇമാം പറഞ്ഞു, ഈ രോഗം എനിക്ക് മാറൂല, എന്റെ മരണത്തിന്റെ സൂചനയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരാൾക്കൊരു അസുഖം വന്നാൽ, ഒരു പ്രയാസം വന്നാൽ ഒരാളോട് ദുആ ചെയ്യിപ്പിക്കുന്നതിനോ സയ്യിദിനോട് ഖാദിയാരോട് പറയുന്നതിനോ ഒന്നും ഇതെതിരല്ല. പിന്നെ എന്താ നിരോധിക്കപ്പെട്ടതെന്നറിയോ? ഖുദ്സിയായ ഒരു ഹദീസൂടെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് മനസ്സിലായെന്ന് പറഞ്ഞാലേ അടുത്ത കാര്യം ഞാൻ പറയൂ. ഇല്ലെങ്കിൽ നിങ്ങൾ നാളെ എന്നെ മുജാഹിദാക്കും. എനിക്കറിയാം. നിങ്ങൾക്ക് മനസ്സിലായെന്ന് പറഞ്ഞാലേ ഞാൻ അടുത്തേക്ക് പോവുള്ളൂ. ഖുദ്സിയായ ഹദീസൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് ബോധം വരും. പ്രിയപ്പെട്ടവരെ, അള്ളാഹു പറയുകയാണ്, ഞാൻ എന്റെ അടിമകൾക്ക് എന്തെങ്കിലും ചെറിയ ഒരു പരീക്ഷണങ്ങൾ കൊടുക്കുമ്പോൾ അവര് നാട്ടുകാരോട് പറയുന്നു, പടച്ചോൻ എന്നോട് മാത്രം എന്തേ ഇങ്ങനെ കാണിക്കുന്നു? എന്റെ ഭാര്യയ്ക്ക് മാത്രം എന്നും അസുഖം, എന്റെ കുടുംബത്തിൽ മാത്രം എന്നും പ്രശ്നങ്ങള്, എന്റെ മക്കൾക്ക് മാത്രം എന്നും അസുഖം, എനിക്കെന്നും എവിടെയും പരാജയമാണ്, എന്നോട് മാത്രം എന്തേ പടച്ചവൻ ഇങ്ങനെ കാണിക്കുന്നത്? ഇത് ആളുകളോട് പറഞ്ഞ് പരിഭവം പറഞ്ഞ് നടക്കുമ്പോൾ പടച്ചവനെ കുറ്റപ്പെടുത്തുകയാണ്, അള്ളാഹുവിനെ കുറ്റപ്പെടുത്തുകയാണ്. ഖുദ്സിയായ ഹദീസിൽ അള്ളാഹു പറയുകയാണ്, പക്ഷേ എന്റെ ദാസൻ, എന്റെ അടിമ, അയാൾ ഞാൻ പറഞ്ഞതിന് വിരുദ്ധമായി എന്തെല്ലാം ചെയ്യുന്നു? കള്ളു കുടിക്കല്ലേ എന്ന് പറഞ്ഞപ്പോൾ കള്ളു കുടിച്ചു, പെണ്ണ് പിടിക്കല്ലേ എന്ന് പറഞ്ഞപ്പോൾ പെണ്ണ് പിടിച്ചു, പലിശ വാങ്ങല്ലേ എന്ന് പറഞ്ഞപ്പോൾ പലിശ വാങ്ങി, അതുപോലെ തന്നെ പെണ്ണുങ്ങളോട് അരുതേ എന്ന് പറഞ്ഞതെല്ലാം ചെയ്തിട്ട് അല്ല പറയുന്നു, എന്റെ മുഖറബീങ്ങളായ മലക്കുകളോട് പോലും ഞാനത് പറഞ്ഞിട്ടില്ല. എന്റെ അടുക്കൽ എപ്പോഴുമുള്ള ജിബ്രീലിനോട് പോലും ഞാൻ ഇന്ന നാട്ടില്, ഏഷ്യാ ഭൂഖണ്ഡത്തില്, ഇന്ത്യ മഹാരാജ്യത്തില്, കർണാടക സ്റ്റേറ്റില്, ദക്ഷിണ കന്നഡ ജില്ലയില്, കൃഷ്ണാപുരം എന്ന് പറയുന്ന പ്രദേശത്ത് ഇന്ന വീട്ടിലെ ഇന്ന സ്ത്രീ എനിക്കെതിരായിട്ട് ഇന്ന തെറ്റ് ചെയ്തു എന്ന് ഞാൻ ജിബ്രീലിനോടും പറഞ്ഞിട്ടില്ല. എന്റെ മുഖറബീങ്ങളോട് പോലും ഞാൻ ആ കാര്യം പറയുന്നില്ല. പക്ഷേ ഞാൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ ചെയ്യാറ്, ഞാൻ അരുതെന്ന് പറഞ്ഞത് ചെയ്തിട്ട് ഒരാളോട് ഞാനത് പങ്കുവച്ചിട്ടില്ല. പക്ഷെ ഞാനൊരു തലവേദന കൊടുത്താൽ ലോകം മുഴുവനും പറഞ്ഞു നടക്കുന്നു, ഞാനൊരു അസുഖം കൊടുത്താൽ ലോകം മുഴുവനും വിളമ്പി നടക്കുന്നു. അതാണ് പടച്ചതമ്പുരാൻ പറയുന്നത്, ഇവർക്ക് നന്ദിയില്ല. സഹോദരങ്ങളെ, അതുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിരോധിച്ചിട്ടുള്ളത് ഏതെന്നറിയോ? നമുക്ക് ആവലാദികളും വേവലാദികളും പടച്ചവനോട് പങ്കുവെക്കണമെന്ന് പറഞ്ഞാൽ, അയ്യൂബ് നബി അലൈഹിസ്സലാമിന് രോഗം പിടിപെട്ടപ്പോൾ അയ്യൂബ് നബി പറഞ്ഞത്, റബ്ബി ഇന്നി മസ്സനിയൽ ദുർറ്, അല്ലാഹുവേ എനിക്ക് ഇടങ്ങേറുകൾ വന്നിരിക്കുകയാണ്, എനിക്ക് പ്രയാസങ്ങൾ വന്നിരിക്കുകയാണ്. ഏതേത് സങ്കടങ്ങൾ
സൗകര്യങ്ങൾ, ഏതേത് പ്രശ്നങ്ങൾ, ഏതേത് പ്രാരാബ്ധങ്ങൾ എന്തെല്ലാം വന്നാൽ ഉടമസ്ഥനായ പടച്ചവനോട് നൊന്തു വേദനയോടെ സങ്കടപ്പെട്ടുകൊണ്ട് നെഞ്ചുരുകിയിട്ട് നീറുന്ന ഹൃദയത്തോട് അള്ളാഹുവിന്റെ മുന്നിൽ കരങ്ങൾ നീട്ടിയിട്ട് പാതിരാപ്പിയുടെ നിശബ്ദതകളിൽ നിങ്ങൾക്ക് പറയാൻ കഴിയോ? അള്ളാഹു അതെല്ലാം ഏറ്റെടുക്കൂ. എല്ലാ സങ്കടങ്ങളും മാറ്റിത്തരൂ, എല്ലാ വിഷമങ്ങളും മാറ്റിത്തരൂ. നേരെ മറിച്ച് പള്ളിയിൽ വരുമ്പോ ജനങ്ങളോടൊക്കെ പറയുന്നു, എന്റെ ഭാര്യയ്ക്ക് സുഖമില്ല, അപ്പുറത്തവള് നിസ്കാരമില്ലാത്തവളാ, എന്റെ ഭാര്യ നിസ്കാരമുണ്ട്, ഖത്മുൽ ഖുർആൻ ഓതുന്നുണ്ട്, മജ്ലിസുൻ നൂർ നടത്തുന്നുണ്ട്, ഉലമാക്കളെ സ്വീകരിക്കുന്നുണ്ട്, സാദാത്തീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്റെ ഭാര്യയ്ക്ക് മാത്രമെന്നും അസുഖമാണ്, അവൾ എവിടെ പോയാലും അസുഖമാണ്. എന്റെ മക്കൾ എങ്ങും പോയിട്ടും രക്ഷപ്പെട്ടിട്ടില്ല, എന്റെ കച്ചവടം മാത്രമെന്നും നഷ്ടത്തിലാണ് ഓടുന്നത്. അപ്പുറത്തുള്ളവനെ കണ്ടില്ലേ, അവന് നല്ല മെച്ചമാണ്, ലാഭമാണ്, അവന് കച്ചവടത്തിൽ ഉയർന്നുയർന്നു പോകുന്നു, ഞാൻ താഴോട്ട് വരുന്നു. ഇങ്ങനെ പരാതികളും പരിഭവങ്ങളും ജനങ്ങളോട് പടച്ചവനെ പറ്റി പരാതി പറഞ്ഞ് നടക്കാൻ നമ്മളാരാ? അവരെ കൊണ്ട് സഹായിക്കാൻ പറ്റുമോ? അവരെ കൊണ്ട് എന്തെങ്കിലും നമുക്ക് വാങ്ങിത്തരാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏത് ദുഃഖങ്ങളും പ്രയാസങ്ങളും വന്നാൽ ഇസ്തഈനൂ ബില്ലാഹ്, പടച്ചവനോട് സഹായം ചോദിക്കണം, അള്ളാഹുവിനോട് പരിഭവത്തിന്റെ ഭാണ്ഡക്കെട്ടഴിച്ചു വെക്കണമെന്ന് അള്ളാന്റെ പരിശുദ്ധ ഖുർആൻ. മനസ്സിലായോ? ഇല്ല. ഒന്നുകൂടെ പറഞ്ഞുതരാം, ഒന്നുകൂടെ പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ പള്ളിയിൽ വന്നു നിസ്കരിക്കാൻ, ആ സമയത്ത് കൂട്ടുകാരനോട് പറയാണ്, എനിക്കിന്ന് സുഖമില്ല, എനിക്ക് കുറെ നാളായ അസുഖമാണ്, ഞാൻ നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് പിടിക്കുന്നുണ്ട്, ഒരുപാട് സദഖ കൊടുക്കുന്നുണ്ട്, പാവങ്ങളെ സഹായിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് അസുഖം മാറുന്നില്ല, ബുദ്ധിമുട്ട് എന്നും ബുദ്ധിമുട്ട് തന്നെ. ഇങ്ങനെ പറയുമ്പോ നീ ആരെ പറ്റിയാ പരാതി പറയുന്നേ? നീ ആരെ പറ്റിയാ പരാതി പറയുന്നത്? അള്ളാഹുവിനെ പറ്റി. നീ ഇന്നലെ രാത്രിയും കള്ളു കുടിച്ചിട്ട് വീട്ടിൽ വന്ന് ഭാര്യ അറിഞ്ഞില്ല, നിന്റെ മക്കൾ അറിഞ്ഞില്ല, ഒരാളും അറിയാതെ നീ മദ്യപിച്ച് മധുവന്നപ്പനായി നീ വീട്ടിൽ വന്ന് നിന്റെ രഹസ്യ റൂമിനകത്ത് കയറി കിടന്നത് നിന്റെ ഭാര്യ അല്ലാഹ് അറിയിച്ചോ? നിന്റെ മക്കളെ അറിയിച്ചോ? എന്തിനേറെ അള്ളാഹുവിന്റെ മുഖറബീങ്ങളായ മലക്കുകളോട് പോലും അള്ളാഹു പറഞ്ഞിട്ടില്ല. ആ നിലയ്ക്ക് നിനക്കൊരു ചെറിയ ബുദ്ധിമുട്ട് വരുമ്പോ എന്തിനാ നീ ആളുകളോട് പറയുന്നത്? ഇതിന് ഞാനൊരു മനഃശാസ്ത്രമുണ്ട്, ഞാൻ പറയട്ടെ. ഇപ്പൊ ഞാന് ഉസ്മാൻ ഹാജി, ഞാൻ തോടാറിന് മുമ്പ് പ്രസംഗത്തിന് വന്നുള്ള പരിചയമാണ്. അദ്ദേഹം വിളിക്കുമ്പോൾ ഞാൻ മസ്കറ്റിലാണ്, എന്നെ കിട്ടിയില്ല, വോയിസ് മെസ്സേജ് അയച്ചു. കൃഷ്ണാപുരത്ത് ഒരു പരിപാടിയുണ്ട്, ഞാൻ വേറെ ഒന്നും നോക്കിയില്ല. ഞാൻ പറഞ്ഞു ചിക്കമംഗളൂരിൽ ഒരു പരിപാടി കൊടുത്തിട്ടുണ്ട്, അതിന്റെ പിറ്റേ ദിവസമാണെങ്കിൽ യാത്രയ്ക്ക് സൗകര്യമുണ്ട് എന്ന് പറഞ്ഞപ്പോ അൽഹംദുലില്ലാ സഖാഫി ഉസ്താദും ബഹുമാന്യരായ ഇതിന്റെ ഭാരവാഹികളും പ്രസിഡന്റും ഒക്കെ ആ ദിവസം തന്നെ അത് നടത്താം എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഇവിടെ വന്നു. എനിക്കൊരു വിഷമം ഉണ്ടെന്നിരിക്കട്ടെ എൻ്റെ വീട്ടില്, ഞാൻ ഉസ്മാൻ ഹാജിയോട് പറയുന്നു, അല്ലെങ്കിൽ ഖാദിയാർ ഉസ്താദിനോട് പറയുന്നു, അല്ലെങ്കിൽ പ്രസിഡന്റിനോട് പറയുന്നു. അങ്ങനെ പറയുമ്പോ ഒന്നുകിൽ അവരെന്നെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും, അല്ലേ? അങ്ങനല്ലേ? ഒന്നുകിൽ ശത്രു, അല്ലെങ്കിൽ മിത്രം. എന്നെ ഇഷ്ടപ്പെടുന്ന ഉസ്മാൻ ഹാജിക്കും പ്രസിഡന്റിനും ഖാദിയാർ ഉസ്താദിനും സഖാഫി ഉസ്താദിനും ഒക്കെ എനിക്ക് വന്ന ദുഃഖം സഹിക്കാൻ പറ്റൂല. അവര് വിഷമിക്കും, ഒരുപാട് സങ്കടപ്പെടും. എന്തിനാണ് എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സങ്കടപ്പെടുത്തുന്നത്? ഇനി അതല്ലെങ്കിൽ അവരെന്റെ ശത്രുക്കളായിരിക്കും. ഞാൻ അവരോട് എനിക്കുണ്ടായ ഒരു ആപത്തിനെ പറ്റി പറയുമ്പോൾ അവരെന്താ ചെയ്യുക? സന്തോഷിക്കും. എന്തിനാ ശത്രുക്കളെ വെറുതെ സന്തോഷിപ്പിക്കുക? എന്തിനാ ശത്രുക്കളെ വെറുതെ നമ്മൾ സന്തോഷിപ്പിക്കുന്നത്? മിത്രങ്ങളെ വേദനിപ്പിക്കുകയും വേണ്ട, ശത്രുക്കളോട് നമുക്ക് നമ്മളെ പറ്റിയിട്ട് സന്തോഷിപ്പിക്കാൻ അവസരവും കൊടുക്കണ്ട. അവരോട് പറയാം, ദുആറക്കണം, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഉംറയ്ക്ക് പോകുന്നു എന്ന് അറിഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞ എന്താ? ലാ തൻസാനി മിൻ ദുആഇക യാ ഉമർ. ഉമറേ, നിന്റെ ദുആയിൽ എന്നെ വിട്ടുപോകല്ലേ ഉമറേ. ആരാ പറഞ്ഞത്? അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. ഈ മഖാമുകളിലൊക്കെ നമ്മൾ പോയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മഖാമുകളിൽ പോകാൻ. എന്താണെന്നറിയോ? മരണപ്പെട്ടവരോട് എനിക്ക് അങ്ങേ അറ്റത്തെ സ്നേഹമാണ്. കാരണം ഒരു ഉപദ്രവവും അവരിൽ നിന്നുണ്ടാവൂല. പക്ഷെ ജീവിച്ചിരിക്കുന്ന ആളുകളെയൊക്കെ വിശ്വസിക്കാൻ കൊള്ളൂല. ജീവിച്ചിരിക്കുന്ന ആളുകളെ ചതിക്കും. അഹബ്ബ് ഹബീബക ഹൗനമ്മ അസാ അൻ യകൂന ബഗീലക യൗമമ്മ അബ്ഗൽ ബഗീലക ഹൗനമ്മ അസാ അൻ യകൂന ഹബീബക യൗമമ്മ.
ഏറ്റവും അടുത്ത കൂട്ടുകാരനോട് എല്ലാം അങ്ങോട്ട് തുറന്ന് പങ്കുവെക്കരുത്. കാരണം ഇവൻ നാളെ നിന്റെ ശത്രുവാണ്. അതുപോലെ നിന്റെ ശത്രുവിനെ നീ അടച്ചാക്ഷേപിക്കരുത്, നാളെ അവൻ നിന്റെ മിത്രമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എത്ര അർത്ഥവത്താണ്. പ്രിയപ്പെട്ടവരെ, മക്കാമുകളുടെ പരിസരത്ത് പോയി സലാം പറഞ്ഞ്, ചില ആളുകൾ പറയുന്നുണ്ട് മക്കാമിൽ പോകാൻ പാടില്ല. മക്കാമുകളിൽ നടക്കുന്ന ചില തോന്നിയാസങ്ങളെയും അനാശാസ്യങ്ങളെയും, അനാശാസ്യം എന്ന് പറഞ്ഞാൽ ആണും പെണ്ണുങ്ങളുടെ ഇങ്ങനെ കൂടിക്കലരുന്നതിന് ശക്തമായി ഇസ്ലാമും സുന്നത്ത് ജമാഅത്തും എതിരാണ്. ഉലമാക്കളൊക്കെ അതിനെതിരാണ് എന്ന് കരുതിയിട്ട് ഇപ്പൊ നാട്ടുകാര് കുറെ ആളുകൾ നടന്ന് പെണ്ണ് കെട്ടുന്നു എന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിക്കൽ ഹറാമാണെന്ന് പറയാൻ പറ്റുമോ? കുറെ ആളുകൾ നടന്ന് പെണ്ണ് കെട്ട് 5ഉം 6ഉം കെട്ടി, അങ്ങനെ ഒരു ഹറാമാണത്, ചെയ്യാൻ പാടില്ല എന്ന് കരുതി കെട്ടി നിക്കാഹ് കഴിക്കൽ, വിവാഹം കഴിക്കൽ ഹറാമാണെന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. എന്നതുപോലെ ഏതെങ്കിലുമൊക്കെ മക്കാമുകളിൽ തോന്നിയാസങ്ങൾ നടക്കുന്നു എന്ന് കരുതിയിട്ട് ഖബർ സിയാറത്ത് ഹറാമാണെന്ന് പറയാൻ മൂക്ക് കീപ്പോട്ടുള്ള മുസൽമാന് കഴിയൂല. ഖബർ സിയാറത്ത് വേണം, മഹാന്മാരെ കാണണം. ഞാനൊരു നാട്ടിൽ പോയാൽ അവിടെ ജീവിച്ചിരിക്കുന്നവരോ മൺമറഞ്ഞവരോ ആയ ഏതെങ്കിലും മഹാനുഭാവന്മാരുണ്ടെങ്കിൽ പരമാവധി അവരെ കണ്ട്, അവിടെ ഖബറിൽ മരണപ്പെട്ടവരാണെങ്കിൽ പോയി ദുആ ചെയ്ത് സിയാറത്ത് ചെയ്യുകയും ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ പോയി കണ്ട് മുസാഫഹത്ത് ചെയ്ത് അവരെ കൊണ്ട് തലയിൽ കൈവച്ച് മന്ത്രിപ്പിച്ചിട്ട് പോകുന്ന പതിവുണ്ട് എനിക്ക്. കാരണം പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമുക്ക് ബാക്കിയുണ്ടാവുള്ളൂ. ഗുരുത്വം എന്ന് പറയും ഇതിനൊക്കെ. അള്ളാഹു അത് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് പറഞ്ഞതിനെ ദുർവ്യാഖ്യാനം കൊടുത്താരും ചിന്തിക്കരുത്. അള്ളാനെ പറ്റി നാട്ടുകാരോട് പരാതി പറഞ്ഞ് നടക്കല്ലെന്നാണ് അതിനർത്ഥം. ഇസ്തഈനു ബില്ലാ, നിനക്ക് പറയാനുള്ളൊക്കെ അള്ളാട്ടെ പറ. എനിക്ക് വിഷമമുണ്ട് റബ്ബേ, എനിക്ക് പ്രയാസമുണ്ട് തമ്പുരാനെ, അതെല്ലാം അള്ളാഹുവിനോട് പറ. അതിനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു ചെറിയ കഥ പറയട്ടെ, സമയമുണ്ട്, ശ്രദ്ധിച്ചിരിക്കണേ. ഖുസ്റുവിന്റെ കഥ. ഖുസ്റുവിന്റെ കഥ. ഈ പോകുന്നവര് ചിലപ്പോൾ മൂത്രമൊഴിക്കാനോ അല്ലെങ്കിൽ ചിലർക്ക് ഈ പുക വലിക്കുന്ന സ്വഭാവമുണ്ട്. പോയി പുക ഇട്ടാൽ ഉടനെ തിരിച്ചു വരണം. മൂത്രമൊഴിക്കാൻ പോയിട്ട് തിരിച്ചു വരണം ഇൻഷാ അല്ലാഹ്. നിങ്ങളെ വീട്ടിൽ പോയി കിടന്ന് നാളെ പണിക്ക് പോയി റാഹത്തായി സന്തോഷമായി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോഴും ഞാൻ തിരിച്ചുള്ള ഓട്ടത്തിലാണ്. അപ്പൊ അതുകൊണ്ട് ഇത് വലിയൊരു ത്യാഗമാണ്. നിങ്ങളെല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കണം. ഈ വിളിച്ചു കൂവുന്നതിന് ഫലം ഉണ്ടാകണം. ഖുസ്റുവിന്റെ ഒരു കഥ പറയുന്നുണ്ട്. ഒരു വൃദ്ധയുണ്ടായിരുന്നു. ആ വൃദ്ധ ആകെ അവർക്കുള്ളത് എന്താണെന്നറിയോ? ഒരു ചെറിയ കോഴിക്കൂട്. ഈ ഇവിടെ കോഴിക്കൂട് എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാവൂലേ? കോഴിക്കൂട്, കോഴി അടയ്ക്കുന്ന ഒരു ചെറിയ ഒരു സ്ഥലം. അത് മാത്രമേ ഉള്ളൂ ഒരു കോഴിയും. ആകെ ഉള്ളത് ചെറിയൊരു വീടും ഒരു കോഴിക്കൂടും ഒരു കോഴിയും, വേറെ ഒന്നുമില്ല. അവരൊരു ദിവസം ദീർഘയാത്രയ്ക്ക് വേണ്ടി ഇറങ്ങാൻ. അങ്ങനെ ഇറങ്ങി ആ യാത്രയ്ക്ക് വേണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഖുസ്റുവിന്റെ കൊട്ടാരം, ആ ഖുസ്റുവിന്റെ കൊട്ടാരം വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ കോഴിക്കൂടും പൊളിച്ചു, ഈ വൃദ്ധയുടെ വീടും പൊളിച്ചു കളഞ്ഞു. അക്കൂട്ടത്തിൽ കോഴിയും ചത്തുപോയി. നാളുകൾക്ക് ശേഷം ആ വൃദ്ധയായ മാതാവ് തിരിച്ചെത്തിയപ്പോൾ കോഴിയുമില്ല, കൂടുമില്ല, വീടുമില്ല, ഒന്നുമില്ല. അവര് ചോദിച്ചൊരു ചോദ്യമാണ് അതിന്റെ കഥ. എന്താണ് ആ സ്ത്രീ ചോദിച്ചതെന്നറിയോ? വൃദ്ധയായ ആ സ്ത്രീ ചോദിക്കുന്നു, പടച്ചോനെ, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. എന്റെ വീട് കാക്കാനും എന്റെ കൂട് കാക്കാനും എന്റെ കോഴിയെ സുരക്ഷിതമായി വെക്കാനും ഞാനിവിടെ കുറെ നാൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ നീ എവിടെ പോയിരുന്നു? ആ സ്ത്രീയുടെ ചോദ്യം ഇതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുനാജാത്ത് നടത്തുന്ന ചില മഹാന്മാരുടെ കഥകൾ വിശുദ്ധമായ പല ഗ്രന്ഥങ്ങളിലും കാണാൻ കഴിയും. അള്ളാഹുവിനോട് അവർ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഒരു മഹാൻ അള്ളാഹുവിനോട് പറയാ, പടച്ചോനെ, നീ എൻ്റെ കുറവുകൾ നാളെ പരലോകത്ത് ജനങ്ങളുടെ മുമ്പിൽ വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ നന്ദി കെട്ടവനാണെന്നൊക്കെ നീ പറഞ്ഞാൽ ഞാൻ നിന്നോട് ചോദിക്കും, നീ ഏറ്റവും വലിയ ഷക്കൂർ അല്ലേ? അതുകൊണ്ട് എനിക്ക് പുറത്തു വന്നൂടെ എന്ന് ഞാൻ ചോദിക്കും. നീ എന്നെ നരകത്തിലെങ്ങാനും വലിച്ചെറിയാൻ തീരുമാനിച്ചാൽ നരകത്തിൽ കിടന്നിട്ട് ഞാൻ ആളുകളെ കൂട്ടിയിട്ട് ഞാൻ പറയും, എനിക്ക് റബ്ബിനെ ഭയങ്കര ഇഷ്ടമാണ്. നീ ഇഷ്ടപ്പെട്ടാൽ ഒരാളെ നരകത്തിലിടൂല എന്ന് നീ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പൊ നിനക്ക് എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകേണ്ടി വരും. ഇങ്ങനെ കുശലം പറയുന്ന മഹാന്മാര് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു മുൻകാലങ്ങളിൽ. ഖുസ്റുവിന്റെ കഥയിലെ വൃദ്ധയെ പോലെ ഞാൻ ഉണ്ടായിരുന്നില്ല, നീ എവിടായിരുന്നു? ചോദ്യം. എന്റെ പ്രിയപ്പെട്ടവരെ, അത്രയും സ്വാതന്ത്ര്യം പടച്ചവനോട്, റബ്ബേ, എനിക്ക് ഇന്ന വിഷമങ്ങളുണ്ട്, ഞാൻ ആരോടും പറയുന്നില്ല,
നീ എനിക്ക് അത് പരിഹരിച്ചു തരണമെന്ന് അള്ളാഹിനോട് ചോദിച്ചാൽ പടച്ചോൻ ഒന്നാം ആകാശത്തേക്ക് വന്നിട്ട് കയ്യും നീട്ടി കാത്തിരിക്കുക, അലാ മുസ്തഗ്ഫിരിൻ ഫാഗ്ഫിറുല. എന്നോട് ചോദിക്കും, ഞാൻ പുറത്തു തരാം. എന്നോട് ഭക്ഷണം ചോദിക്കും, ഞാൻ നിങ്ങൾക്ക് തരാം. എന്നോട് വസ്ത്രം ചോദിക്കും, ഞാൻ നിങ്ങൾക്ക് തരാം എന്നും പറഞ്ഞ് ഒന്നാം ആകാശത്തേക്ക് അല്ലാഹു തആല വന്ന് നമ്മളോട് ഓരോന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയാണ്, എനിക്ക് നിന്നോടൊന്നും ചോദിക്കാനില്ല. ചില കാക്കാന്മാരെ കണ്ടില്ലേ, നിസ്കാരം കഴിഞ്ഞാൽ പൊടിയും തട്ടിയിട്ട് എഴുന്നേറ്റ് ഒരൊറ്റ പോക്ക, നിസ്കരിച്ചു, എന്നെ കൊണ്ട് ഇത്രേ പറ്റുള്ളൂ, ബാക്കിയൊക്കെ നീ വേണമെങ്കിൽ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റോടുന്ന ചില കാക്കാന്മാർ നമ്മുടെ ഇടയിലുണ്ട്. ആ നിലയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എഴുതി വെച്ചോളൂ, ജീവിതത്തിൽ അവസാന നിമിഷം നന്നായി കിട്ടാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാമത്തെ കാര്യം, എന്ത് സങ്കടങ്ങളും അള്ളാഹുവിനോട് പറയുക, ഒരു മഖ്ലൂക്കിനോടും പടച്ചവനെ പറ്റി പരാതി പറയാതിരിക്കുക. ഇനി രണ്ടും ശ്രദ്ധിച്ചു കേൾക്കണം, പെട്ടെന്ന് തീർത്താം. രണ്ടാമത്തെ കാര്യം, വിശുദ്ധമായ ഖുർആൻ സൂറത്ത് ഹൂദിലാണ് അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്, തിൽക മിൻ അംബാഇൽ ഗൈബ് നൂഹിഹാ ഇലൈക മാ കുന്ത തഅലമുഹാ അൻത വലാ ഖൗമുക മിൻ ഖബ്ലി ഹാദാ ഫസ്ബിർ ഇന്നൽ ആഖിബത ലിൽ മുത്തഖീൻ. സഹോദരങ്ങളെ, ഖുർആനിൽ അല്ലാഹു സൂറത്തുൽ ഹൂദിന്റെ 49-ാമത്തെ വചനത്തിൽ അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്, രണ്ടാമതായിട്ട് നല്ല മരണം കിട്ടാൻ, അവസാനം നന്നാകാൻ നമ്മൾ ചെയ്യേണ്ടത് എന്തെന്നറിയോ? അല്ലാഹു പറയുന്നു, ഫസ്ബിർ ഇന്നൽ ആഖിബത ലിൽ മുത്തഖീൻ. ഏത് പ്രതിസന്ധി വന്നാലും പിടിച്ചു നിൽക്കണേ, നിങ്ങൾക്ക് ക്ഷമയുണ്ടാകണേ, സബറുണ്ടാകണേ, നിങ്ങൾക്ക് ക്ഷമയുണ്ടാകണേ. ക്ഷമ നിങ്ങൾക്ക് തരുന്ന സമ്മാനം എന്തെന്നറിയോ? ഇന്നൽ ആഖിബത ലിൽ മുത്തഖീൻ. അന്തിമ വിജയം മുത്തഖീങ്ങളെ കാണുക എന്നല്ല പറയുമ്പോ, ആ മുത്തഖിയാകാനുള്ള രണ്ടാമത്തെ വഴി, അല്ലെങ്കിൽ അവസാനം നന്നാകാനുള്ള രണ്ടാമത്തെ വഴി അല്ലാഹു പറയുന്നത്, ഫസ്ബിർ, നിങ്ങൾ പിടിച്ചു നിൽക്കുക. സ്വബർ എന്ന് പറഞ്ഞാൽ, ക്ഷമയെന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അറിയണേ, പിടിച്ചു നിൽക്കലാണ്. എന്ത് പ്രയാസം വന്നാലും, എന്ത് പ്രതിസന്ധികൾ വന്നാലും, കണ്ടിട്ടില്ലേ ലോകത്ത് ഏറ്റവും വലിയ ക്ഷമയുടെ ആളുകൾ ആരെന്ന് ചോദിച്ചാൽ, ലോകത്ത് ഏറ്റവും വലിയ ക്ഷമാശീലരാരെന്ന് ചോദിച്ചാൽ മറുപടി ആരെ പറ്റിയാണെന്നറിയോ? അത് കർണാടകക്കാരനോട് ചോദിച്ചാലും, മലയാളികളോട് ചോദിച്ചാലും, തമിഴ്നാട്ടുകാരനോട് ചോദിച്ചാലും, ബംഗാളിയോട് ചോദിച്ചാലും, ആസാമിയോട് ചോദിച്ചാലും, ബീഹാരിയോട് ചോദിച്ചാലും, കാശ്മീരിയോട് ചോദിച്ചാലും, പാകിസ്ഥാനിയോട് ചോദിച്ചാലും, അറബിയോട് ചോദിച്ചാലും, ഇംഗ്ലീഷുകാരനോട് ചോദിച്ചാലും, മൊറോക്കക്കാരനോട് ചോദിച്ചാലും, മശ്രിഖ് മുതൽ മഗ്രിബ് വരെ ആകാശത്തിന്റെ ചുവട്ടില്, ഭൂമിയുടെ മുകളില് ലോകത്ത് ഏറ്റവും വലിയ ക്ഷമാശീലരാരാണെന്ന് ചോദിച്ചാൽ ഒരേ ഒരു മറുപടിയെ ലോകത്തുയരുകയുള്ളൂ. ആ മറുപടി ആരെ പറ്റിയാണെന്നറിയോ? പിറന്ന നാടിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി, ജന്മനാടിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയിട്ട് ആരോ അല്പം സ്ഥലം കൊടുത്തപ്പോൾ, കേറിക്കിടക്കാടത്തിനു വേണ്ടിയിട്ട് കുറച്ച് സൗകര്യം ചെയ്തു കൊടുത്തപ്പോൾ, കഴിക്കാനൊന്നുമില്ലാതെ പിറന്ന മേനിയിൽ കടന്നു വന്നവർ കൊടുക്കാൻ തുണി കൊടുത്തപ്പോൾ, അവർക്ക് കഴിക്കാൻ ഭക്ഷണം കൊടുത്തപ്പോൾ, അവർക്ക് കുടിക്കാൻ വെള്ളം കൊടുത്തപ്പോൾ, അവർക്ക് ഉറങ്ങാൻ ഒലീവ് മരത്തിന്റെ ചുവട്ടിൽ പായ വിരിച്ചു കൊടുത്തപ്പോൾ, അവരെ കടന്നാക്രമിച്ചു, അവരെ സ്ഥലം കയ്യേറിയിട്ട് ഇന്ന് പാവപ്പെട്ട ഫലസ്തീൻ മക്കളെ പുറത്താക്കിക്കൊണ്ടിരിക്കുമ്പോൾ, വലിയ വലിയ ബോംബർ വിമാനങ്ങൾ, അത്യന്താധുനിക സംഹാര ശേഷിയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പാവപ്പെട്ട ഫലസ്തീനിലെ പെണ്ണുമക്കളെ നിഷ്ഠൂരമായിട്ട് കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ലോകത്തെ ഏറ്റവും വലിയ പട്ടിണിയുടെ പേക്കോലങ്ങൾ ഫലസ്തീനികളാ. അവരുടെ പട്ടിണിയുടെ വ്യാപ്തി നിങ്ങൾക്കറിയോ? അവർ പട്ടിണി കിടക്കുന്നത് എങ്ങനാണെന്നറിയോ? കൃഷ്ണാപുരത്തും രാത്രി ഭക്ഷണം കഴിക്കാതെ വന്നവരെന്റെ മുന്നിലുണ്ട്, ഇല്ലെങ്കിൽ തിരിച്ചു പോയിട്ട് ഭക്ഷണം കഴിക്കൂലോ. കൃഷ്ണാപുരത്തും പരിസര പ്രദേശങ്ങളിലും ലഞ്ച് കഴിക്കാത്തവർ എന്റെ മുമ്പിലുണ്ട്. നാളത്തെ ഇവിടെ സുപ്രഭാതം പൊട്ടിവിടരുമ്പോൾ, കിഴക്കൻ ചക്രവാളത്തിൽ അരുണകിരണങ്ങൾ പ്രകടമാകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങളുടെ മുന്നിലെത്തൂലേ പ്രിയപ്പെട്ടവരെ? എന്നാൽ ഫലസ്തീൻ മക്കൾ എത്രയോ മാസങ്ങളായി വല്ലതും കഴിച്ചിട്ട് അവർക്ക് ഭക്ഷണം കിട്ടാതെ വന്നപ്പോൾ
ആരുടെയെങ്കിലും കയ്യിൽ ഒരു ഭക്ഷണത്തിന്റെ പൊതി ഇരിക്കുന്നത് കണ്ടാൽ, ഒരു റൊട്ടിയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ചെറിയ ഭക്ഷണത്തിന്റെ സാമഗ്രികൾ കൈയിരിക്കുന്നത് കണ്ടാൽ, ഓടി വന്നിട്ട് ചരൽക്കല്ലെടുത്തിട്ട് അവരുടെ ദേഹത്ത് മുറിവുണ്ടാക്കിയിട്ട് വേദന കൊണ്ട് കയ്യിലിരിക്കുന്ന ഭക്ഷണപ്പൊതി വലിച്ചെറിയുമ്പോൾ ഓടിച്ചെന്നതെടുത്തുകൊണ്ട് വന്ന് ആർത്തിയോടെ കഴിക്കുന്ന ധീര മുജാഹിദുകളായ ഫലസ്തീനികള് അവര് പ്രതിരോധിക്കുന്നത് കരിങ്കല്ലുകൾ കൊണ്ടാ, അവര് പ്രതിരോധിക്കുന്നത് ചരൽക്കല്ലുകൾ കൊണ്ടാ. അവരെന്തിനാണ് ഇത്രത്തോളം പീഡിപ്പിക്കപ്പെടുന്നതെന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹിൽ വിശ്വസിച്ചു എന്ന ഒറ്റ കാരണത്തിന്റെ പേരിലാ അവരുടെ ജന്മനാട്, അവരുടെ പിറന്ന നാട്, ആ പിറന്ന നാടിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയിട്ട് പടപെടുന്ന മുജാഹിദുകളായ ഫലസ്തീൻ മക്കളുണ്ടല്ലോ, അവര് പിടിച്ചു നിൽക്കുന്നില്ലേ? അവര് ഏതെങ്കിലും ഇസ്രയേൽ ജൂതന്മാര്, ലോകം കണ്ട ഏറ്റവും വലിയ വർഗീയവാദിയായ, ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരനായ വെള്ളക്കാരനായ ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന വൃത്തികെട്ട ചെന്നായ, ആ ചെന്നായയുടെ മുമ്പിൽ തന്റെ സംസ്കാരത്തെ അടിയറവ് പറഞ്ഞിട്ട് തന്റെ ദീൻ ഞാൻ ഉപേക്ഷിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ ഫലസ്തീൻ മക്കളും പോയിട്ട് ഇന്നേവരെ കൈകൂപ്പി നിൽക്കുന്ന ചരിത്രം നമ്മൾ വായിച്ചിട്ടില്ല. പ്രതിഷേധങ്ങളും പ്രാരാബ്ദങ്ങളും പ്രതിരോധങ്ങളും തീർത്തുകൊണ്ട് അവര് ഫലസ്തീൻ മക്കൾ ഓരോരുത്തരും ഇസ്രയേലിന്റെ പട്ടാളത്തിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കുന്നത് അവർക്ക് അല്ലാഹു സബർ കൊടുത്തതിന്റെ പേരിലാ, അവർക്ക് സബർ കിട്ടിയതിന്റെ പേരിലാ. കേവലം 313 പേര് ആയിരങ്ങളോട് പോരാടിയപ്പോൾ അവരുടെ കയ്യിൽ വാളുകളില്ല, പരിചകളില്ല, പടയങ്കികളില്ല, പടക്കോപ്പുകളില്ല, യുദ്ധസാമഗ്രികളൊന്നുമില്ല. ആയിരക്കണക്കിന് ആളുകൾ വന്നതോ അവർ മാസങ്ങളോളം യുദ്ധം ചെയ്യാനുള്ള സർവ്വസന്നാഹങ്ങളോടെ വന്നവരാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ബദരീങ്ങളുടെ മുമ്പിൽ അവർ പരാജയപ്പെട്ടത്? അല്ലാഹു ബദരീങ്ങൾക്ക് കൊടുത്തൊരു പവറുണ്ട്, ബദരീങ്ങൾക്ക് കൊടുത്തൊരു പദവിയുണ്ട്. 17 രാവിന്റെ പൗർണമിയില്, പരിശുദ്ധമായ റമളാൻ മാസത്തിന്റെ 17ാമത്തെ രാത്രിയില് 16 നോമ്പ് പിടിച്ചിട്ട് 17ാമത്തെ ആ സമയത്തില് 17ാമത്തെ രാവിലെ ഞാനും നിങ്ങളും ഓതാറുണ്ടല്ലോ ബദരിയത്ത്. ആ ബദരീങ്ങളെ പറ്റി നമ്മൾ പറയുമ്പോൾ അതിൽ വികാരത്തോടെ ഓർത്തെടുക്കുന്ന ഒരു വരിയുണ്ട്. بل سادة كبرى هم الرجال بلا هم الجبال بلا كالدهر في همة بل سادة كبرى. അവരാണുങ്ങളാണ്. ആ ബദരീങ്ങൾക്ക് എങ്ങനെയാണ് വിജയിക്കാൻ കഴിഞ്ഞതെന്നറിയോ? ആ ബദരീങ്ങൾ ലോകം മുഴുവനും ആദരിക്കപ്പെടുന്നവരായ എന്തിന്റെ പേരിലെന്നറിയോ? ആ ബദരീങ്ങളായ എന്തിന്റെ പേരിലെന്നറിയോ? അല്ല പറഞ്ഞു, ഫസ്ബിർ, പിടിച്ചു നിൽക്കുക, തളർന്നു പോകരുത്, തകർന്നു പോകരുത്, പിന്നോട്ട് ഓടിപ്പോകരുത്. ആ സമയത്ത് ബദരീങ്ങൾ പിടിച്ചു നിന്നപ്പോ അല്ലാഹു അവരെ പറ്റി പാടി പറഞ്ഞതെന്തെന്നറിയോ? പടച്ചവൻ അവരെ പറ്റി പറഞ്ഞതെന്തെന്നറിയോ? സഹോദരങ്ങളെ, ബദരീങ്ങളോട് പടച്ചവൻ പറഞ്ഞ വാക്കെന്തെന്നറിയോ? നിങ്ങൾക്ക് ഞാനെല്ലാം പുറത്തു തന്നിരിക്കുകയാ, തോന്നിയത് ചെയ്തോ. കർണാടകയിലെ കൃഷ്ണാപുരത്ത് നിങ്ങളോട് പടച്ചവൻ പറയാണ്, നിങ്ങൾക്ക് തോന്നിയതൊക്കെ ചെയ്തോളി, ഞാൻ അങ്ങ് പുറത്തു തരാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇരിക്കുന്ന എല്ലാവരും നേരെ ബാറിലേക്കായിരിക്കും പോവാ, അല്ലേ? നേരെ ബാറിലേക്കല്ലേ പോവാ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അടുത്ത സമയത്ത് ഇന്ന് ഒരാൾ എനിക്കൊരു വീഡിയോ അയച്ചു തന്നു. കർമ്മ ന്യൂസ് എന്ന് പറയുന്ന ഒരു ന്യൂസ്, കേരളത്തിലൊക്കെ വലിയ വിഷം തുപ്പുന്ന ഒരു ന്യൂസ് ചാനലാണ് കർമ്മ ന്യൂസ് വായിക്കുന്ന ഒരു സഹോദരി സഭ്യതയോടുകൂടിയ സത്യവിശ്വാസി പറയാൻ പാടുള്ളൂ എന്നുള്ളത് കൊണ്ട് അങ്ങനെ തന്നെയാ പറയാൻ കഴിയുക. അവരിങ്ങനെ വാർത്ത വായിക്കാൻ, സൗദി ഇസ്ലാമിന്റെ ആത്മീയ ആസ്ഥാനമാണ് സൗദി. ആ സൗദിയിൽ ഖുർആനും നബിചര്യയും ഇതാ തുടച്ചു നീക്കാൻ പോവുകയാണ്. എന്താ പറയുന്നത്? ഖുർആനും നബിചര്യയും സൗദിയിൽ നിന്ന് തുടച്ചു നീക്കാൻ പോവുകയാണ്.
മദ്യം, അതുപോലെ മറ്റുള്ള ഇസ്ലാം ഹറാമാക്കിയ കാര്യങ്ങളൊക്കെ അവിടെ കൊണ്ടുവരാൻ പോകുന്നു. ഇസ്ലാമിന്റെ ആചാരങ്ങളും ഇസ്ലാമിന്റെ ആശയങ്ങളും ജനങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുകയാണ് എന്ന് ഇസ്ലാമിന്റെ ആത്മീയ സങ്കേതമാകുന്ന സൗദി തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വാർത്ത വായിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സൗദി രാജാവാണോ ഇസ്ലാമിന്റെ മാതൃകാ പുരുഷൻ? ആണോ? സൗദി അറേബ്യയിൽ നടക്കുന്നത് അതാണോ ഇസ്ലാമിന്റെ സംസ്കാരം? അല്ല. ഒരു രാജ്യമെന്നുള്ള നിലയിൽ, അവിടുത്തെ രാജാവെന്നുള്ള നിലയിൽ അദ്ദേഹം ജനങ്ങളെ ആകർഷിക്കാൻ വേണ്ടി പലതും ചെയ്തെന്നിരിക്കും, പലതും അവിടെ കൊണ്ടുവന്നെന്നിരിക്കും, പലതും അവിടെ നിന്ന് ഒഴിവാക്കിയെന്നിരിക്കും. പക്ഷേ അതൊന്നും ഇസ്ലാമിന്റെ പരാജയമായിട്ട് ആരും കാണണ്ട. കർമ്മ ന്യൂസും അതുപോലെ തന്നെ സമാനമായ ന്യൂസ് ചാനലുകളൊന്നും അതൊന്നും ഖുർആനിന്റെ തുടച്ചു നീക്കപ്പെടുന്ന ഖുർആനിന്റെ പ്രകാശത്തെ കെടുത്തിക്കളയുന്നതാണെന്ന് നിങ്ങൾ കരുതണ്ട. അങ്ങനെ ഒരു മോഹമൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റിവെച്ചേക്ക്. സൗദി അറേബ്യയല്ല, GCC രാഷ്ട്രമല്ല, അറേബ്യൻ രാജ്യങ്ങളല്ല, ഗൾഫ് കൺട്രികളല്ല, മറ്റേതെങ്കിലും രാജാക്കന്മാരല്ല, മന്ത്രിമാരല്ല, ഭരണാധികാരികളല്ല. ഇസ്ലാമിന്റെ നായകന്മാര് മുഹമ്മദ് മുസ്തഫയും അവിടുത്തെ അനുചരന്മാരുമാണ്. ആ സംസ്കാരം എവിടെയൊക്കെ നിലനിൽക്കണമെന്ന് അള്ളാഹുവിനറിയാം. ഇതിനെ ഊതിക്കെടുത്താൻ ആര് ശ്രമിച്ചാലും നടക്കൂല. ഏതെങ്കിലും രാജ്യത്ത് ഇനി സൗദിയെ തന്നെ എന്തെങ്കിലുമൊക്കെ ഹറാമുകൾ കൊണ്ടുവന്നു എന്ന് കരുതിയിട്ട് അവിടെ നിന്ന് തന്നെ ഖുർആനിനെയും നബിചര്യയെയും തുടച്ചു മാറ്റുന്നു എന്ന് നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ പറയാൻ. പക്ഷേ അതൊന്നും അങ്ങനെ പെട്ടെന്ന് തുടച്ചു മാറ്റാൻ പറ്റൂല. കാരണം അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വല്ലാഹു മുത്തിമ്മു നൂരിഹി, അള്ളാഹു അവന്റെ പ്രകാശത്തെ പൂർത്തീകരിക്കുമെന്ന്. എന്തൊക്കെ പ്രതിസന്ധി വന്നാലും, ആരൊക്കെ എന്തൊക്കെ ചാനലുകളിലൂടെ പറഞ്ഞാലും, ആരൊക്കെ ഏതെല്ലാം രീതിയിൽ പ്രിയപ്പെട്ടവരെ ആക്ഷേപിച്ചാലും, ഇസ്ലാമോഫോബിയ വളർത്തിക്കൊണ്ട് വന്നാലും തളരരുത്, പിടിച്ചു നിൽക്കണം. വരുന്നുണ്ട് SIR വരുന്നുണ്ട്. കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലുമായി SIR വരുന്നുണ്ട്. ഞാൻ പല വേദികളിലും പറഞ്ഞു, ഇന്നലെ ഞാൻ ചക്കമക്കിയിലും പറഞ്ഞു, SIR ഒരർത്ഥത്തില് മക്കൾക്ക് അള്ളാഹു കൊടുക്കുന്ന പണിഷ്മെന്റാ. എന്താണെന്നറിയോ? SIR മനസ്സിലായോ? പൗരത്വം തെളിയിക്കുന്ന മറ്റൊരു വകഭേദമാണ്. വരാൻ പോവുകയാണ്. കർണാടകയിൽ വന്നില്ല, ഉടനെ വരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പ്രിയപ്പെട്ടവരെ, SIR എന്ന് പറഞ്ഞാൽ 2002 വോട്ടർ പട്ടികയിൽ എന്റെ പേര് ഉണ്ടെങ്കിൽ ഓക്കെ, ഇല്ല എങ്കിൽ എന്റെ വാപ്പയുടെ എന്റെ ഉമ്മയുടെ പേരിനോട് മാച്ച് ചെയ്ത് അതിനെ എഴുതി ചേർക്കുന്ന പുതിയ സംവിധാനമാണ് 2002. ഇത് അള്ളാഹുവിന്റെ പണിഷ്മെന്റ് ആണ്. എന്തുകൊണ്ടെന്നറിയോ? വാപ്പായും വേണ്ട ഉമ്മായും വേണ്ടാത്ത ചില മക്കളുണ്ടായിരുന്നു. വാപ്പായെ വൃദ്ധസദനത്തിൽ കൊണ്ടുവന്നാക്കി, ഉമ്മായെ ഇറക്കി നടുറോട്ടിലേക്ക് അയച്ചു. എന്നിട്ട് ഭാര്യയും ഭർത്താവും മക്കളുമായിട്ട് സന്തോഷത്തോടെ ജീവിച്ചു. അള്ളാഹു അള്ളാഹു താല ഒരു പിടുത്തം അങ്ങോട്ട് പിടിച്ചു. എന്താ പിടുത്തോന്നറിയോ? ഇപ്പം മക്കള് മൊത്തം വാപ്പായെ ചേർച്ച് നടക്കാൻ, ഉമ്മാടെ കുടുംബം ചോദിച്ച് നടക്കാൻ. വാപ്പാടെ കുടുംബം എവിടാ? ഉമ്മാടെ പേരെന്താ? ഉമ്മാടെ പേരെന്താ? വാപ്പാടെ പേരെന്താ? കാരണം ഇവിടെ നിൽക്കാൻ കഴിയില്ല എന്ന ഒരു ഘട്ടം ഭയന്നുകൊണ്ട് ഓരോരുത്തരും തങ്ങളുടെ മാതാപിതാക്കളെ അന്വേഷിച്ചു പോകുന്ന ഒരു കാലം. ഞാൻ പറയുന്നു, എന്ത് വന്നാലും, സമയമായ ഉസ്താദേ, എന്ത് വന്നാലും പിടിച്ചു നിൽക്കണം, തളരരുത്. ഫസ്ബിർ, പിടിച്ചു നിൽക്ക്. നമുക്കൊരു വിജയമുണ്ട്. ആ വിജയമാണ് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, ഇന്നൽ ആഖിബത്തുൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് വിജയമാണ്. വിശദീകരണങ്ങൾക്ക് സമയമില്ല. പരീക്ഷണങ്ങളൊക്കെ നമുക്ക് വരും. ആ പരീക്ഷണങ്ങളൊക്കെ പതറാതെ പിടിച്ചു നിൽക്കണം. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇവിടെ ഉള്ള ഉസ്താദ് പറയാം. ഇൻഷാ അല്ലാഹ് ബക്കറ്റ് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരും. ഈ കവർ വാങ്ങി നാളത്തെ ദുആ മജ്‌ലിസിലെ സംഭാവന അതിൽ കൊണ്ടുവരണം. ബക്കറ്റിൽ നിങ്ങളൊരു സംഭാവന ഇടുകയും വേണം. അള്ളാഹു ജാരിയായ സ്വതക്കയിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഒന്ന് ഉദ്ഘാടനം ചെയ്ത് ഇത് എല്ലാ ഭാഗത്തും, സ്ത്രീകൾ ഇരിക്കുന്ന ഭാഗത്തും പുരുഷന്മാരിക്കുന്ന ഭാഗത്തും ഒരുപാട് നീട്ടിക്കൊണ്ടു പോകൂല. പറഞ്ഞ സമയം കൃത്യമായി ഞാൻ പാലിക്കും. നിങ്ങൾ ഒന്ന് ശ്രദ്ധയോടെ കേൾക്കിൻ. ഈ വിഷയം പെട്ടെന്ന് അവസാനിപ്പിക്കട്ടെ. ഒരു ഉദാഹരണം ഞാൻ പറയാൻ. നമ്മുടെ ഈ നാട്ടില് ഈ നല്ല ഊതിന്റെ തടി കിട്ടുന്ന കടയില്ലേ, ഷോപ്പില്ലേ, ഊത് ഷോപ്പ്. ഉറങ്ങ ഊതിന്റെ ഷോപ്പില്ലേ, ബഹൂർ
ഊതൊക്കെ കിട്ടുന്ന നല്ല പെർഫ്യൂമിന്റെ ഷോപ്പ്, കണ്ണാടി ചില്ലിനകത്ത് ഊതിന്റെ തടികൾ ഇട്ടിട്ടുണ്ടാവും. നിങ്ങൾ ചെന്നിട്ട് അതിന്റെ വില ചോദിക്കണം. ഊതിന്റെ തടിയുടെ വില കിലോയ്ക്ക് 5 ലക്ഷം, 10 ലക്ഷം, 2 ലക്ഷം രൂപയൊക്കെയാണ് 1 കിലോ തടി. ആ തടിയെടുത്ത് മണത്ത് നോക്കിയാൽ അതിൽ ഒരു മണം ഉണ്ടാവൂല, ഒരു മണം ഉണ്ടാവൂല. അതിന് മണം വേണമെങ്കിൽ അതിനെ നമ്മൾ കനലിൽ വെക്കണം. തീ കനലിൽ വെച്ചാൽ മാത്രമേ അതിന് മണം ഉണ്ടാവുള്ളൂ. നമ്മൾ വെറും വിശ്വാസികളായിരുന്നാൽ അതിനൊരു ഗുണം ഉണ്ടാവൂല. പരീക്ഷണങ്ങൾ വരുമ്പോ പിടിച്ചു നിൽക്കുമ്പോഴാണ് നമുക്കതിന് മാറ്റുണ്ടാവുക. സഹോദരിമാരെ, കഴുത്തിലും കാതിലും അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങൾ, ഈ ആഭരണങ്ങൾ ഇത്രയും മനോഹരമായപ്പോഴാണ് അതിനെ തീയിൽ വെച്ച് കാച്ചിയെടുത്തപ്പോഴാണ്. തീ തൊടാത്ത തങ്കത്തിന് തിളക്കമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്ത് പരീക്ഷണം വന്നാലും പിടിച്ചു നിൽക്കണം. ഫസ്ബിർ ഇന്നൽ ആഖിബത ലിൽ മുത്തഖീൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, പിടിച്ചു നിൽക്ക്, നിങ്ങൾക്ക് വിജയം ഉണ്ടാവും. അവസാനം നന്നായി മരിക്കാൻ അല്ലാഹു തൗഫീക്ക് തരട്ടെ. മൂന്നാമത്തെ പറയുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഒരു കാര്യം ആവശ്യപ്പെടുകയാണ്. 2 കാര്യങ്ങളൂടെ കേട്ടിട്ടേ പോകാവൂ. 2 കാര്യം കൂടെ കേട്ടിട്ടേ പോകാവൂ. നമ്മുടെ ഈ സോളാർ വെച്ച് നല്ല മനോഹരമായ പള്ളി ബദറുൽ ഹുദ ജുമാ മസ്ജിദ്. ഉസ്താദ് പറഞ്ഞപ്പോ ഒരു കാര്യത്തിൽ എനിക്ക് അഭിമാനം തോന്നി. എന്താണെന്നറിയോ? നിങ്ങൾക്ക് സോളാർ കിട്ടിയില്ലെങ്കിലും പ്രശ്നമല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. എന്താണെന്നറിയോ? അദ്ദേഹം പറഞ്ഞത് നമസ്കാരത്തിന് വഖത്തുകൾക്ക് ഫുൾ ആളാണ്. എന്റെ പൊന്ന് സഹോദരങ്ങളെ, മനോഹരമായ പള്ളി ഉണ്ടാക്കിയിട്ടിട്ട് കറവ പശുവിനെ വാങ്ങിയിട്ട് പാലില്ലാത്തതുപോലെയാണ്. ഏതുപോലെ? വെറും പ്രൗഢിയിൽ മാത്രം ഫലം എന്തുണ്ട്, പാലില്ല പശുവിന് കാഴ്ചയിൽ രസമുണ്ട് എന്ന് പറഞ്ഞാൽ, കാണാൻ നല്ല മൊഞ്ചുള്ള ഒരു പശുവിനെ വാങ്ങി 50,000 രൂപ കൊടുത്തിട്ട്, പക്ഷേ അതിൽ നിന്ന് പാല് കറന്നെടുക്കാൻ പാല് ചൊരത്താത്ത പശുവാണെങ്കിൽ നമുക്ക് ആ പശുവിനെ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? UP-യിലൊക്കെ ആണെങ്കിൽ തല്ലിക്കൊല്ലാനെങ്കിലും കൊള്ളാം. ആർക്ക്? മുസ്ലിങ്ങളെ അതിന്റെ പേരിൽ തല്ലിക്കൊള്ളാനെങ്കിലും കൊള്ളാം. കർണാടകയിൽ എവിടെയൊക്കെ ഉണ്ടെന്നാ പറയുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഏതായിരുന്നാലും കറവ പശു, പാലില്ലാത്ത കറവ പറ്റിയ പശുവിനെ പോലെ ചില പള്ളികൾ മനോഹരമായി നിൽക്കുന്നുണ്ട്. ബദറുൽ ഹുദ മസ്ജിദ് ഇത്രയും 2 കോടി രൂപ ഉപയോഗിച്ച് നിങ്ങൾ 5 ലക്ഷം 10 ലക്ഷമോ കൊടുത്തതാ. പക്ഷേ നിസ്കരിക്കാൻ ആളുണ്ട്. അള്ളാഹു അത് നിലനിർത്തി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. 3 മക്കളാണ് എന്നെ ചക്കമക്കയിൽ വന്ന് ചിക്കമംഗളൂരിൽ വന്ന് വിളിക്കാൻ വേണ്ടി വന്നത്. 1 റാസി, 2 റമീസ്, 3 നിസാം. ആ 3 പേര് ഇവിടെ ഉണ്ടെന്നാണ് വിശ്വാസം. പോയാ ഉണ്ടല്ല? ഇവിടെ ഉണ്ട്. അപ്പോ നല്ല മക്കളാണ്. അപ്പൊ ചെറുപ്പക്കാര് പോലും നല്ല ദീനീ ബോധമുള്ള മക്കളാണ്. അള്ളാഹു എല്ലാരെയും അനുഗ്രഹിക്കട്ടെ. ഈ സ്ഥാപനത്തെ, നമ്മുടെ ഈ മസ്ജിദിനെ അള്ളാഹു താല ഖിയാമത്ത് നാൾ വരെ ഈ സന്താന പരമ്പരകൾ ഇതിനെ പൊന്നുപോലെ നോക്കുന്ന ഒരു സാഹചര്യം അള്ളാഹു വരുത്തട്ടെ. ഇന്നലെ ചക്കമക്കയില് ഒരു കുട്ടിക്ക് 25,000 വെച്ച് 42 പേര് 10 മിനിറ്റ് കൊണ്ട് 42 പേര് ഏറ്റെടുത്തു. ഏകദേശം 10,50,000 രൂപയോളം 10 മിനിറ്റ് കൊണ്ട് ഇന്നലെ ചക്കമക്കയിലുള്ള ആ സുഹൃത്തുക്കള്, അവിടെയുള്ള ജനങ്ങൾ പറഞ്ഞു. ഞാൻ ചോദിക്കുകയാണ്, ഇതിന് 15 ലക്ഷം രൂപയാണ് അല്ലേ സക്കാഫി ഉസ്താദ്? 15 ലക്ഷം രൂപ. ഇപ്പോ 15 ലക്ഷം രൂപ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ തൗഫീക്ക് കൊണ്ട് നിങ്ങൾക്ക് എത്ര കൊടുക്കാൻ പറ്റുമെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. അള്ളാഹുവിന് ഇതൊക്കെ എളുപ്പമാണ്, പടച്ചോന് ഇതൊക്കെ എളുപ്പമാണ്. നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, ഇൻഷാ അല്ലാഹ് 6 മാസത്തിന് അവധി കൊടുത്തൂടെ? 6 മാസം, റജബ്, ഷഅബാൻ, റമളാൻ, ശവ്വാൽ, ദുൽഖഅദ്, ദുൽഹിജ്ജ. ഇൻഷാ അല്ലാഹ് പെരുന്നാൾ കഴിഞ്ഞിട്ട്, ബലി പെരുന്നാൾ, ഹജ്ജ് പെരുന്നാൾ കഴിയുന്നതിനിടയ്ക്ക് നിങ്ങൾ എത്തിച്ചു കൊടുത്താൽ മതി. ഈ സദസ്സിൽ ഞാൻ ചോദിക്കാൻ, അള്ളാഹു സമ്പത്ത് തന്ന് അനുഗ്രഹിച്ചവരാണല്ലോ. ഒരാളൊന്ന് എഴുന്നേറ്റ് ഒരു 50,000 രൂപ. നിങ്ങൾ 1 ലക്ഷവും 10 ലക്ഷവും ഒക്കെ കൊടുത്തവരാണ് പള്ളിക്ക്. ഞാൻ അതല്ല ചോദിക്കുന്നത്. റബ്ബ് നിങ്ങൾക്ക് തരും. അള്ളാഹുവിന്റെ ഖജനാവ് വിശാലമാണ്, അവന്റെ ഖജനാവ് വിശാലമാണ്. കൊടുക്കുന്ന കൈക്ക് അള്ളാഹു താല തിരിച്ചു കൊടുക്കുകയുള്ളൂ. കയറ്റുമതി ഉണ്ടെങ്കിൽ ഇറക്കുമതി ഉണ്ടാവുള്ളൂ. നമ്മൾ കൊടുത്താലേ അള്ളാഹ് വീണ്ടും തരുള്ളൂ. അള്ളാന്റെതാണ് സമ്പത്ത്. നമുക്ക് പടച്ചോൻ ഒരു സൂക്ഷിപ്പായി നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചതാണ്. എന്നിട്ട് ആ സമ്പത്ത് ചെലവഴിക്കുമോ എന്ന പരിശോധനയും അള്ളാഹു നടത്തുന്നുണ്ട്. ഇല്ലെങ്കിൽ അള്ളാഹ് തിരിച്ചു പിടിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ.
നിങ്ങൾ ആഗ്രഹം ഉണ്ടെങ്കിൽ കൈപൊക്കിയാൽ മതി. ഇപ്പൊ നിങ്ങളുടെ കയ്യിലുണ്ടോ ഇല്ലയോ നിങ്ങൾ നോക്കണ്ട, പടച്ചോ നിങ്ങൾക്ക് തരും ഇൻഷാ അല്ലാഹ്. ഒരാൾ കൈപൊക്കിക്കാരാ 50,000 രൂപ. ആരാണ്? ഈ പള്ളിയിൽ സോളാർ വെക്കുന്നതിന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഒരു 50,000 രൂപ 6 മാസത്തിന്റെ ഉള്ളിൽ അള്ളാഹു നിങ്ങളുടെ സമ്പത്തിൽ ബറക്കത്ത് തരും. ആരാണ്? നല്ല ഒരാളൊന്ന് കൈപൊക്കി ഇൻഷാ അല്ലാഹ്. ആരാണുള്ളത്? ഒരു 3 സ്വലാത്ത് ഇത്രയും വിശ്വാസികളെ കൊണ്ട് ചെല്ലിപ്പിച്ച് ഇൻഷാ അല്ലാഹ് നമ്മൾ സമാരംഭം കുറിക്കാൻ. ആരാണ്? ഒരു 50,000 രൂപ. ആ ഭാഗ്യവാൻ ആരാണ്? ഒന്ന് പറയുക. 6 മാസം സമയമുണ്ട്. അതിന്റെ ഉള്ളിൽ ഘട്ടം ഘട്ടമായോ അല്ലെങ്കിൽ നിങ്ങൾ 6 മാസം പൂർത്തിയാകുന്ന സമയത്തോ നിങ്ങൾ എത്തിച്ചു കൊടുത്താൽ മതി. ആരാണുള്ളത്? ഒരു 50,000 രൂപ. അൽഹംദുലില്ലാഹ്. പി കെ ബഷീർ എന്ന സഹോദരൻ, അദ്ദേഹം 51,000 രൂപ, 1000 രൂപ അദ്ദേഹത്തിന്റെ കണക്ക് കൂടെ ഇട്ടിട്ട് ഒരു 3 സ്വലാത്ത് ഉറക്കെ ചൊല്ലോ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم. ഉടമസ്ഥനായ അല്ലാഹ്, പടച്ചവനെ, ബി കെ ബഷീർ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരൻ അല്ലാഹുവേ 51,000 രൂപ ഈ പരിശുദ്ധമായ പള്ളി ബദറുൽ ഹുദ, പടച്ചവനെ, ബദറുൽ ഹുദ മസ്ജിദിന്റെ സോളാറിന്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് 51,000 രൂപ സംഭാവന കൊടുത്ത് ഉദ്ഘാടനം നടത്തിയിരിക്കുകയാണ്. വിദേശത്തുള്ള പ്രിയപ്പെട്ട മക്കളെ അനുഗ്രഹിക്കണേ അല്ലാഹ്. പടച്ചറബ്ബേ, സമ്പത്തില് ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. എത്ര കോടീശ്വരന്മാരാണ് ഒന്ന് നേരം വെളുക്കുമ്പോൾ പാപ്പരായി മാറുന്നത്. അല്ലാഹുവേ, എത്രയോ ദരിദ്രരാണ് ഒന്ന് സൂര്യൻ അസ്തമിക്കുമ്പോൾ സമ്പന്നരാകുന്നത്. പടച്ചവനെ, ഈ അനുഗ്രഹീതമായ പള്ളിക്ക് സഹായിച്ച ആ ബഷീർ എന്ന പ്രിയപ്പെട്ട സഹോദരന് സമ്പത്ത് തിരിച്ചെടുത്ത് പരീക്ഷിക്കല്ലേ അല്ലാഹ്. നിഅമത്ത് നിഖ്മത്താക്കല്ലേ റബ്ബേ. അനുഗ്രഹം നിഗ്രഹമാക്കല്ലേ റബ്ബേ. പടച്ചവനെ, നീ പകരം നൽകണേ അല്ലാഹ്. ഇതിന് പകരം നൽകണേ അല്ലാഹ്. പടച്ചവനെ, ആ കുടുംബത്തിൽ നിന്ന് ആരൊക്കെ മൗത്തായിട്ടുണ്ടോ ഖബറുകൾ വിശാലമാക്കണേ അല്ലാഹ്. ആ ഖബറുകളെ വെളിച്ചമാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഈ അനുഗ്രഹീതമായ സദസ്സിൽ വെച്ച് സലാത്തുകൾ ഞങ്ങൾ ചൊല്ലി അങ്ങ് മദീനയിലെ ഞങ്ങളുടെ അജയ്യനായ നേതാവിന് എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആ സ്വലാത്തിന് കാരണക്കാരനാ ബഷീർ എന്ന സഹോദരനാണ്. അദ്ദേഹത്തിന്റെ മക്കളുടെ ജോലികൾ തൊഴിലുകളിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. സമ്പൽ സമൃദ്ധി കൊടുക്കണേ അല്ലാഹ്. ജാരിയായ സ്വതക്കയിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ആ സോളാറിന്റെ പ്രവർത്തനത്തിൽ ഏതൊക്കെ ലൈറ്റുകൾ പ്രകാശിച്ച് അത് കണ്ടിട്ട് ഏതെല്ലാം വിശ്വാസികൾ ഖുർആൻ ഓതുന്നുണ്ടോ അല്ലാഹുവേ, അതിന്റെ ഒരു വിഹിതം ഏതൊക്കെ മക്കള് ഖുർആൻ പഠിക്കുന്നുണ്ടോ അതിന്റെ വിഹിതമാ ബഷീർ എന്ന സഹോദരനും കുടുംബത്തിനും നീ തണലായി എത്തിക്കണേ അല്ലാഹ്. നീ ആരാണ്? ഒരു 50,000 ഭാഗ്യശാലികൾക്ക് പറയാൻ കഴിയും. ഹലീമ ഹംസ, അൽഹംദുലില്ലാഹ്, 50,000 രൂപ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ഹലീമ ഹംസ, പടച്ചവനെ, ആ സഹോദരിയെ സ്വീകരിക്കണേ തമ്പുരാനെ, സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, മുറാദ് എന്താണോ നിനക്കറിയാം. അവരെക്കാൾ പടച്ചവനെ അറിയുന്നത് നീയല്ലേ, ഞങ്ങളെക്കാൾ അറിയുന്നത് നീയല്ലേ തമ്പുരാനെ. നിന്റെ പള്ളിയാണ്, നിന്റെ പള്ളിക്കാണ് നൽകിയത്. പടച്ച റബ്ബേ, കൈയൊഴിയല്ല അല്ലാഹ്. സ്വീകരിക്കണേ തമ്പുരാനെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. ബുദ്ധിമുട്ടുകളെ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, ദുരന്തങ്ങളിലും ദുരിതങ്ങളിലും പെടുത്തല്ലേ അല്ലാഹ്. അപകടങ്ങളിൽ അപകടം മരണങ്ങളിലും പെടുത്തല്ലേ അല്ലാഹ്. ആ വീടുകളിലും നിലവിളി ഉയരുന്ന അവസ്ഥ വരുത്തല്ലേ അല്ലാഹ്. ഇതിന് പകരം ദുനിയാവിലും ആഖിറത്തിലും നീ മടക്കി കൊടുക്കണേ തമ്പുരാനെ. ആരാ 50,000? അടുത്തത്
പള്ളിക്ക് നേരത്തെ കൊടുത്ത BM അബൂബക്കർ എന്ന സഹോദരൻ പള്ളിക്ക് അദ്ദേഹം കൊടുത്തതാണ്. അൽഹംദുലില്ലാഹ് സോളാറിനു വേണ്ടി മൂന്നാമതായി 1.5 ലക്ഷം രൂപ പൂർത്തിയാകുന്നു. 50,000 രൂപ പടച്ചവനെ സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുവേ അബൂബക്കർ എന്ന സഹോദരന് അല്ലാഹുവേ മുത്തുനബിയുടെ സദസ്സിൽ വെച്ച് ആരാധർമ്മം ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോ എഴുന്നേറ്റ് ഞാനാണ് എന്ന് പറയുന്ന ഒന്നാമനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പടച്ചവനെ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കൈപിടിച്ച് ആ സഹോദരന് നാളെ സ്വർഗ്ഗത്തിലേക്ക് പോകാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഹലാലായ ഉദ്ദേശങ്ങളെ സാധിപ്പിക്കണേ റബ്ബേ. അല്ലാഹുവേ പടച്ചവനെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഫാമിലിയുമാണ് റബ്ബേ. കുടുംബത്തിൽ സന്തോഷം നൽകണേ അല്ലാ. സകുടുംബ സമേത ജന്നാത്തു അദ്നിൻ യദ്ഖുലൂനഹാ വമൻ സലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം എന്ന് പറഞ്ഞതുപോലെ അദ്ദേഹത്തിനെയും കുടുംബത്തെയും നിന്റെ സ്വർഗ്ഗത്തിൽ നീ ഏറ്റെടുക്കണേ അല്ലാ. ദുനിയാവിൽ അവരെ നീ പട്ടിണിയാക്കല്ലേ അല്ലാ. എവിടങ്ങുന്ന എല്ലാ മേഖലകളിലും ബറക്കത്ത് കൊടുക്കണേ അല്ലാ. നീ ആരാ? 50. അടുത്ത 50 ആരാ? വേഗം പറയും. 1.5 ആയിട്ടുള്ളൂ. 3 പേരെ 50,000 പറഞ്ഞിട്ടുള്ളൂ. ഒരാളും കൂടെ പറയും. ആരാ? ഒരു 50,000 രൂപ. സഹോദരിമാരെ, നിങ്ങൾ ചെലവഴിക്കുന്നതിൽ നിങ്ങൾക്ക് അല്ലാഹു തന്നതിൽ ഒരു വിഹിതം ഒരു 50,000 രൂപ 6 മാസ സമയമുണ്ട്. ഇൻഷാ അല്ലാഹ് എന്തെല്ലാം അസുഖങ്ങൾ വരുമ്പോ നമ്മൾ 5 ലക്ഷവും 50 ലക്ഷവും ഒക്കെ ചെലവഴിക്കുന്നു. എന്നിട്ട് രോഗം മാറുവോ? മാറുന്നില്ല. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ദുആ കൊണ്ട് നിങ്ങൾക്ക് വിധിച്ച ഒരു വിധിയെ തടുക്കാൻ കഴിയും. അതുപോലെ സദഖ കൊണ്ടും കഴിയും. ഇത് രണ്ടും നിങ്ങൾ സദഖ കൊടുക്കുക. ഇവിടെ ഉസ്താദുമാര് ദുആരക്കും, ഖാദിയാർ ഉസ്താദൊക്കെ നാളുകളിൽ അവരുടെയൊക്കെ പ്രാർത്ഥനകളിൽ, സ്വകാര്യ പ്രാർത്ഥനകളിലൊക്കെ ദുആരക്കും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആരാ? ഒരു 50,000 രൂപ. ആരാ ഉള്ളത്? ഉണ്ടാ ഉസ്താദേ? ആരെങ്കിലും 50,000? ഇസ്മായിൽ മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇസ്മായിൽ സാഹിബും അദ്ദേഹത്തിന്റെ ഫാമിലിയും അൽഹംദുലില്ലാഹ് ഈ പള്ളിക്ക് വേണ്ടി അവർ ചെലവഴിച്ചവരാണ്. ഈ പള്ളിക്ക് വേണ്ടി കൊടുത്തവരാണ്. വീണ്ടും വീണ്ടും കൊടുക്കുന്നു. എന്തുകൊണ്ട്? കോരുന്ന കിണറിലെ വെള്ളം ഊറാറുള്ളൂ. എത്രത്തോളം വെള്ളം കോരുവോ അത്രത്തോളം കിണറിലെ വെള്ളം ഊറും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിക്കട്ടെ. ഇസ്മായിൽ എന്ന പ്രിയപ്പെട്ട മുൻ പ്രസിഡന്റും കുടുംബവും 50,000 രൂപ. അല്ലാഹുവേ നീ അനുഗ്രഹിക്കണേ റബ്ബേ, അനുഗ്രഹിക്കണേ റബ്ബേ. പടച്ചവനെ നിന്റെ പള്ളിക്ക് വേണ്ടിയാണ്. അവരെ നീ പരാജയപ്പെടുത്തല്ലേ അല്ലാ. ഒരു സ്ഥലത്തും അവരെ നീ നഷ്ടത്തിലാക്കല്ലേ അല്ലാ. അവര് വെക്കുന്ന ഓരോ കാൽ ചുവടുകളും അവർക്ക് ലാഭം കൊടുക്കണേ അല്ലാ. അവരുദ്ദേശിക്കുന്നതെല്ലാം അവർക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ. പടച്ചവനെ രോഗങ്ങൾ കൊണ്ടോ പ്രയാസങ്ങൾ കൊണ്ടോ ദാരിദ്ര്യം കൊണ്ടോ അവരെ നീ പരീക്ഷിക്കല്ലേ തമ്പുരാനെ. അനുഗ്രഹിക്കണേ അല്ലാ. അൽഹംദുലില്ലാഹ് 2 ലക്ഷം രൂപയായിട്ടുണ്ട്. നീ ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും 50 ഉണ്ടോ? ഇൻഷാ അല്ലാഹ് 2 പേര് ചേർന്നിട്ട് ഒരു 50,000. ആരാ? 2 പേര് 25,000 വെച്ചിട്ട് 2 പേര് കൈപൊക്കിക്കുക. ഇൻഷാ അല്ലാഹ് 25,000 രൂപ റബ്ബിന്റെ പള്ളിക്ക് വേണ്ടിയാണ്. അല്ല കൈയൊഴിയൂല. സ്വാദിഖ് എന്ന സഹോദരൻ 25,000 രൂപ. അതിനോടൊപ്പം ഒരു 25,000 ആരാ? അക്ബർ അലി അൽഹംദുലില്ലാഹ് 25,000. അപ്പോ 2.5 ലക്ഷമായി. അല്ലാഹുവേ സ്വീകരിക്കണേ തമ്പുരാനെ, കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ സാദിഖ് എന്ന സഹോദരനും അക്ബർ അലി എന്ന സഹോദരനെയും നീ സ്വീകരിക്കണേ റബ്ബേ. അവരുടെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ അവരുടെ വേദനകൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, ബുദ്ധിമുട്ടുകൾ മാറ്റി കൊടുക്കണേ അല്ലാ. കുടുംബത്തിലൊരു പരീക്ഷണങ്ങളും കൊടുക്കല്ലേ അല്ലാ. പടച്ചവനെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ നാഥാ. അവരുടെ കുടുംബത്തിൽ സമാധാനം കൊടുക്കണേ അല്ലാ. മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. 2 പേര് TM അബൂബക്കർ പ്രസിഡന്റ്, അവരെ ഫാമിലി 25,000 രൂപ. അൽഹംദുലില്ലാഹ്. അതോടൊപ്പം ആരാ? ഒരാളും കൂടെ പറഞ്ഞ 25,000. ആരാ? ഒരാളും കൂടെ പറയണം. ഇൻഷാ അല്ലാഹ് ഉസ്മാൻ ഹാജി ഉസ്താദേ, ഉസ്മാൻ ഹാജി എയർ ഇന്ത്യ തോടാറ്. അൽഹംദുലില്ലാഹ് 25. അപ്പോ 3 ലക്ഷം രൂപയായിട്ടുണ്ട്. അല്ലാഹുവേ സ്വീകരിക്കണേ റഹ്മാനെ, കബൂലാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ ഈ മഹല്ലത്തുകാരനല്ല, ഈ സംരംഭത്തോടുള്ള താല്പര്യമാണ്, ഈ സംവിധാനത്തോടുള്ള കൂറാണ്, നിന്റെ ദീനിനോടുള്ള ഇഷ്ടമാണ് റബ്ബേ.
പടച്ചവനെ ഈ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അല്ലാഹുവേ പടച്ചവനെ നീ സ്വീകരിക്കണേ റബ്ബേ, സഹായിക്കണേ അല്ലാ, സഹായിക്കണേ അല്ലാ. പടച്ചവനെ അവരുടെ പേരും പെരുമയും നിലനിർത്തണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ അതുപോലെ 25,000 കൊടുത്ത സഹോദരനെ നീ കബൂലാക്കണേ റബ്ബേ. അവരുടെ കുടുംബങ്ങളിൽ നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാ. ഒരു അപകടവും നീ പെടുത്തല്ല റബ്ബേ, ഒരു ബുദ്ധിമുട്ടും നീ കൊടുക്കല്ല അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഒരു രൂപ മറ്റൊരാളോട് കടം വാങ്ങുന്ന അവസ്ഥയിൽ നീ അവരെ ദാരിദ്ര്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരല്ലേ അല്ലാ. ഹിഫ്ള് നൽകണേ റബ്ബേ. ഇനി രണ്ടുപേരാരാ? ഇനി ആരാ രണ്ടുപേര്? ആരെങ്കിലും ഉണ്ടോ? ആരാ ഉള്ളത്? 25,000 സഹോദരിമാരുടെ ഭാഗത്ത് ആരും പറഞ്ഞില്ലേ? അങ്ങോട്ട് പോയില്ലേ? ഇവിടെ ആരാ ഉള്ളത്? പെട്ടെന്നാവട്ടെ. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഇതൊരു തുടക്കം മാത്രമാണ്. 15 ലക്ഷം രൂപ ഇന്ന് ഇവിടെ നിന്ന് പിരിക്കാനല്ല, ഇതുവരെ ഈ പൈസ വെച്ചുകൊണ്ട് തുടങ്ങാൻ ഇൻഷാ അല്ലാഹ് നിങ്ങളെ സമീപിക്കും. മനസ്സറിഞ്ഞ് അകമഴിഞ്ഞ് നിങ്ങളെ സഹായിക്കണം. എല്ലാവർക്കും ഭാഗവാക്കാകണം. ഒരു 5 പേര് 10,000 പറഞ്ഞേ. ഒരു 5 പേര്. ഇപ്പൊ നമുക്ക് 6 പേര് 3 ലക്ഷം രൂപയായിട്ടുണ്ട്. ഒരു 5 പേര് 10,000 പറയും. ഒരു 20 ഉണ്ട്. പേരെന്താ? മരണപ്പെട്ട അബ്ദുൽ ഖാദർ എന്ന സഹോദരന്, തീർത്ഥഹള്ളി അബ്ദുൽ ഖാദർ എന്ന സഹോദരന് വേണ്ടിയിട്ട് മരണപ്പെട്ടു പോയി. അവരുടെ ഭാര്യ 20,000 രൂപ. അൽഹംദുലില്ലാ. അല്ലാഹുവേ ആ ഖബറിലേക്ക് അതിന്റെ പ്രകാശത്തെ എത്തിക്കണേ റബ്ബേ. അവരുടെ ഖബറിലേക്ക് അതിന്റെ വെളിച്ചം നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ അവരുടെ കുടുംബത്തിൽ നീ സന്തോഷം നിലനിർത്തണേ റഹ്മാനെ. അല്ലാഹുവേ ഇതിന്റെ സവാബിനെ പ്രകാശമായി സ്വർഗീയ ഭക്ഷണമായി ആ പ്രിയതമന്റെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. 2 കാര്യങ്ങൾ പറയാനുണ്ട്, വേഗം പറഞ്ഞ് ദുആ ചെയ്യാം. ഒരാളും പോകരുത്. ബാക്കി 3 പേരുടെ 10,000 വെച്ച് പറഞ്ഞ ആരാ? ഒരു 10,000 വെച്ച്. വേഗം വേഗം പറയും ഇൻഷാ അല്ലാഹ്. സ്ത്രീകളുടെ ഭാഗത്ത് ആരെങ്കിലും ഒന്ന് പോയേ, സ്ത്രീകളുടെ ഭാഗത്തേക്ക് ഒന്ന് പോണം. കേന്ദ്രപ്പള്ളിയുടെ സെക്രട്ടറി MS ഷെരീഫ്. ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി ദുആരക്കാൻ ഹയാത്തുണ്ട്, അവരുടെ ആരോഗ്യത്തിനു വേണ്ടി ദുആരക്കാൻ കേന്ദ്ര മഹല്ലിന്റെ സെക്രട്ടറി ഷെരീഫ് സാഹിബ്, അദ്ദേഹത്തിന്റെ വാപ്പയുടെയും ഉമ്മയുടെയും രോഗശമനത്തിനും ആരോഗ്യത്തിനും വേണ്ടി ദ്വാരക്കാൻ 25,000 രൂപ. അപ്പൊ 45,000 ഒരു 5,000 ആരെങ്കിലും പറഞ്ഞേ. 25,000. അബ്ദുൾ റസാഖ് മൈമൂന അല്ലേ? 25,000. അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ, കബൂലാക്കണേ അല്ലാ. ഈ 3 പേരെയും നീ സ്വീകരിക്കണേ റബ്ബേ. പടച്ചവനെ തമ്പുരാനെ, അനുഗ്രഹീതമായ ഈ പള്ളിക്ക് വേണ്ടി സംഭാവന നൽകിയ ആ 25,000 നീ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ ഷരീഫ് എന്ന സഹോദരന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ, ദീർഘായുസ് കൊടുക്കണേ റബ്ബേ. പടച്ചവനെ അതുപോലെ മറ്റൊരു മൈമൂന എന്ന സഹോദരി അല്ലാഹുവേ നൽകിയ സംഭാവന കബൂല റബ്ബേ. പടച്ചവനെ അവരുടെ മുറാദുകളെ നീ ഹാസിലാക്കണേ തമ്പുരാനെ, എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. പെട്ടെന്നാവട്ടെ. 10,000 രൂപ നേരെ 10,000. അതാണ് ഞങ്ങൾ അതിൽ 10,000 എന്ന് പറയും. നവാസ് എന്ന സഹോദരൻ 10,000 രൂപ. അപ്പൊ 30. ഇനി 20 കൂടെ കിട്ടുമ്പോൾ അത് ചെയ്തു. ഒരാളും കൂടെ പറയാരാ? നവാസ് എന്ന സഹോദരൻ 10,000 രൂപ. അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പൂർത്തീകരിച്ച് 10,000 രൂപ ഉമ്മയ്ക്ക് വേണ്ടി ദുആരക്കാൻ
മുഹമ്മദ് കറുവയിൽ. അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ. പേര് നിനക്കറിയാം, മുറാദ് നിനക്കറിയാം, എല്ലാം നീ ഹാസിലാക്കണേ റബ്ബേ. എല്ലാ പ്രയാസങ്ങളും മാറ്റിക്കൊടുക്കണേ അല്ലാ. എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്ന് കരകയറ്റണേ അല്ലാ. പടച്ച റബ്ബേ, വിഷമങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും നീ മാറ്റണേ അല്ലാ. അല്ലാഹുവേ, അനുഗ്രഹീതമായ ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് അവരുടെ ജീവിതത്തിൽ നീ ഖൈർ കൊടുക്കണേ അല്ലാ. ഇപ്പോഴത്തെ ട്രഷറർ മുൻ പ്രസിഡന്റ് മുഹമ്മദ് അലി, അദ്ദേഹത്തിന്റെ കുടുംബവും കൂടി 25,000 രൂപ. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ സ്വീകരിക്കണേ റഹ്മാനെ, കബൂലാക്കണേ അല്ലാ. അദ്ദേഹത്തെയും കുടുംബത്തെയും നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അദ്ദേഹത്തെയും കുടുംബത്തെയും നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാ. പടച്ച റബ്ബേ, അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും നീക്കണേ അല്ലാ. അവർക്ക് സമ്പൽ സമൃദ്ധി കൊടുത്തു നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. വേഗം വേഗം വരും ഇൻഷാ അല്ലാഹ്. ബാക്കി 2 കാര്യങ്ങളുടെ പറയണം, നമുക്ക് ദുആ ചെയ്യണം. അള്ളാഹു നമുക്ക് നമ്മുടെ സമ്പത്തിലൊരു വിഹിതം അവൻ ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ ചെലവ് ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു തരട്ടെ. 10,000 രൂപ വൈസ് പ്രസിഡന്റ് റഫീഖ് എന്ന സഹോദരൻ. മുൻ വൈസ് പ്രസിഡന്റ് ഫാറൂഖ് ഹാജി 10,000 രൂപ. മരണപ്പെട്ട മാതാപിതാക്കൾക്ക്. അല്ലാഹുവേ, പടച്ചവനെ ആ സംഭാവനകൾ സ്വീകരിക്കണേ റഹ്മാനെ. ജാരിയായ സ്വതക്കയിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ പള്ളിക്ക് വേണ്ടി ചോദിച്ചപ്പോ ലക്ഷങ്ങൾ കൊടുത്തു നിന്റെ പള്ളിയെ ഈ നിലയിലെത്തിച്ചവര് വീണ്ടും അതിനു വേണ്ടിയിട്ട് സമ്പത്ത് ചെലവഴിക്കുമ്പോൾ അത് നിന്റെ ദീനിനോടുള്ള താല്പര്യമാ, നിന്റെ ദീനിനോടുള്ള ഇഷ്ടമാ. അല്ലാഹുവേ, നീ അവരെ അനുഗ്രഹിക്കണേ തമ്പുരാനെ. പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്നവർക്ക് ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. അൽഹംദുലില്ലാ. ജോയിന്റ് സെക്രട്ടറി മജീദ് സാഹിബ് അദ്ദേഹത്തിന്റെ ഫാമിലിയും 25,000 രൂപ. ഇനി കമ്മിറ്റിക്കാരുണ്ടായി വരട്ടെ. അല്ലാഹുവേ, പടച്ചവനെ സ്വീകരിക്കണേ റഹ്മാനെ, കബൂലാക്കണേ അല്ലാ. അദ്ദേഹത്തെ ഈ കുടുംബത്തെ നീ അനുഗ്രഹിക്കണേ നാഥാ. അവരുടെ കുടുംബങ്ങളിൽ സന്തോഷം നൽകണേ റബ്ബേ. അല്ലാഹുവേ, കുഞ്ഞുമക്കളെ നീ സ്വീകരിക്കണേ അല്ലാ. ഓർമ്മശക്തിയും ഓർമ്മ ബുദ്ധിയുമുള്ള ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ. ആ വീടുകളിൽ നീ സന്തോഷവും മലക്കുകളുടെ സന്ദർശനവും നൽകണേ അല്ലാ. ഈ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. നേരത്തെ സാദിഖ് എന്ന സഹോദരൻ 25,000 പറഞ്ഞത് ഈ ഉമ്മത്തിൽ മരണപ്പെട്ട ലോക മുഅ്മിനീങ്ങൾക്ക് മുഴുവനും ദ്വാരക്കാനാണ്. നല്ലൊരു മനസ്സാണ്. അല്ലാഹുവേ, അതിന്റെ ഒരു വിഹിതം അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവർക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഈ ഒരു മനസ്സ് അദ്ദേഹത്തിന് പടച്ചവനെ നീ കൊടുത്തല്ലോ. അല്ലാഹുവേ, എല്ലാ വിശ്വാസികളോടും നല്ല സ്നേഹമുള്ള ആ ഒരു മനസ്സിന് പടച്ചവനെ നല്ല സവാബ് നൽകണേ റഹ്മാനെ. 10,000 രൂപ മുൻ ജമാഅത്ത് സെക്രട്ടറി എം ബഷീർ സാഹിബ് 10,000 രൂപ ദ്വാരക്കാൻ. മരണപ്പെട്ട ഉമ്മ വാപ്പാക്ക് വേണ്ടി മുസ്തഫ എന്ന ഇപ്പോഴത്തെ മെമ്പർ 5,000 രൂപ. അൽഹംദുലില്ലാ. പടച്ചവനെ നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നീ കബൂലാക്കണേ റബ്ബേ. അവരുടെ ആഗ്രഹങ്ങളെല്ലാം നീ സാധിപ്പിച്ചു കൊടുക്കണേ തമ്പുരാനെ. എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാ. മരണപ്പെട്ടവർക്കൊക്കെ പുറത്തു കൊടുക്കണേ അല്ലാ. 3-1 5 ലക്ഷം കഴിഞ്ഞില്ലേ? ആഫിയത്തിനു വേണ്ടി ദ്വാരക്കാൻ റഷീദ് ഹാജി 10,000 രൂപ. മരണപ്പെട്ട ഉമ്മ വാപ്പാക്ക് വേണ്ടി ദുആരക്കാൻ സുപ്രീം ആചാർ തെല്ല് വേദിക്ക് പറഞ്ഞു ചെന്നിട്ട് കേട്ടോണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ 5,000 നിങ്ങൾക്ക് കഴിവിന്റെ പരമാവധി 5,000 വെച്ച് ഇൻഷാ അല്ലാഹ്. സഹോദരിമാരുടെ ലിസ്റ്റ് ഒന്നും വന്നില്ലല്ലോ. അവിടെ ആരെങ്കിലും ഉണ്ടോ? സംഘാടകരുണ്ടോ സഹോദരിമാരുടെ ഭാഗത്ത്? അവിടെ ആരാളുള്ളത്? പോയാ പറ്റില്ല. 5,000 രൂപ ഇൻഷാ അല്ലാഹ്
5000 രൂപ നമുക്ക് 6 മാസം സമയമുണ്ട്. അതിന്റെ ഉള്ളിൽ നിങ്ങൾ എത്തിച്ചു കൊടുത്താൽ മതി. നമ്മുടെ പള്ളിക്ക് വേണ്ടി നിങ്ങളുടെ ഒരു സഹായം, അതിന്റെ ഒരു 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 ഭാഗവാക്കാകൽ ഇൻഷാ അല്ലാഹ്. എല്ലാ സഹോദരിമാര് കഴിവുള്ളവരൊക്കെ ഒരു 5000 രൂപ വെച്ചിട്ട് ഇൻഷാ അല്ലാഹ്, അതിന് കഴിയില്ലെങ്കിൽ ഒരു 3000 2000 എന്താ നിങ്ങൾക്ക് കഴിയുന്നത് അത് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മുഹമ്മദ് ഷരീഫ് മൂടുകര 6786 രൂപ. അള്ളാഹുവിനെ സ്വീകരിക്കണേ റഹ്മാനെ. ജാരിയായ സ്വതക്കയിൽ നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. അബ്ദുറഹ്മാൻ ഹിൽ സൈഡ് 5000 രൂപ. സാദിഖ് അലങ്കാർ 5000 രൂപ. അൽഹംദുലില്ലാ. 5000 കൊടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ വേഗം പറഞ്ഞോളി. ആ സ്ത്രീകളുടെ ഭാഗത്ത് ആരെങ്കിലും ഒന്ന് പോണം. അവിടെ എനിക്ക് തോന്നുന്നു ആര് സംഘാടകർ എത്തിയിട്ടില്ല എന്നാ തോന്നുന്നത്. ഉണ്ടെങ്കിൽ സഹോദരിമാരെ ഒരു 5000 രൂപ വെച്ച് നിങ്ങൾക്ക് പറ്റുന്നതൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മുടെ ബദറുൽ ഹുദ മസ്ജിദിന് വേണ്ടിയിട്ട് നൽകി അതിന്റെ പ്രകാശം നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹു നൽകും. മരണപ്പെട്ടാൽ നിങ്ങളുടെ ഖബറിലും നൽകും ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്ക് അതുകൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും നേട്ടമേ ഉള്ളൂ ഇൻഷാ അല്ലാഹ്. സഹായിക്കുന്ന സഹകരിക്കും. ഇതുമായി നിങ്ങളുടെ സഹകരണം ഉണ്ടാകണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സദ്ദീഖ് അലങ്കാർ 5000. അള്ളാഹുവേ പടച്ചവനെ അവരെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഈ സദസ്സിൽ സംഭാവന നൽകി അവരുടെ സംഭാവനകളെ കബൂലാക്കണേ അല്ലാ. അവരുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ് നൽകണേ അല്ലാ. ഞാന് ഇനി ഇൻഷാ അല്ലാഹ് ബാക്കി നിങ്ങൾ താല്പര്യപൂർവ്വം എത്തിച്ചു കൊടുക്കുക. ഞാൻ 2 കാര്യങ്ങൾ വേഗം ഒരു 5 മിനിറ്റ് കൊണ്ട് പറയാം. ഒരു 5 മിനിറ്റ് ദുആയും ചെയ്ത് പിരിയാം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ശ്രദ്ധയോടെ കേൾക്കുക. 1, ഞാൻ പറഞ്ഞു എല്ലാ സങ്കടങ്ങളും പരിഭവങ്ങളും റബ്ബിനോട് പങ്കുവെക്ക്. 2, ഏത് പ്രതിസന്ധിയിലും തളരാതെ പിടിച്ചു നിൽക്ക്. ഇനി 3-മതായിട്ട് ഖുർആൻ സൂറത്തു ത്വാഹായിൽ അള്ളാഹു പറഞ്ഞു അവസാനം നന്നാകാൻ നമ്മൾ ചെയ്യേണ്ടത്. മാഷാ അല്ലാഹ് 10,000 രൂപ കുടുംബത്തിന് വേണ്ടി ദ്വാരക്കണം. നമ്മുടെ ഉസ്മാൻ ഹാജിയുടെ മകളുടെ മരുമോന്റെ ഉപ്പായാണ്. മരണപ്പെട്ടാലേ ഉമ്മ ഉപ്പാടെ പേരിൽ ദ്വാരക്കാൻ 10,000 രൂപ. അൽഹംദുലില്ലാ. പടച്ചവനെ സ്വീകരിക്കണേ റബ്ബേ, കബൂലാക്കണേ അല്ലാ. അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ റബ്ബേ. ഈ നല്ലൊരു മനസ്സ് പടച്ചവനെ അല്ലാഹുവേ നീ നിലനിർത്തി കൊടുക്കണേ അല്ലാ. തടിക്ക് സലാമത്ത് നൽകണേ അല്ലാ. മനസ്സിന് കരുത്ത് കൊടുക്കണേ അല്ലാ. സമ്പത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. മുൻ ട്രഷറർ അബ്ബാസ് ഉസ്താദിന്റെ ഭാര്യ ദിൽഷാദ് 5,000 രൂപ സംഭാവന. അള്ളാഹുവെ സ്വീകരിക്കണേ റഹ്മാനെ. ജാരിയായ സ്വതക്കയിൽ നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാ. ഞാൻ 2 കാര്യങ്ങളുടെ പറയാൻ ശ്രദ്ധിച്ച് കേട്ടോളി. 3-മത്തെ കാര്യം അല്ലാഹു പറഞ്ഞു വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുക വൽ ആഖിബത്തു ലിത്തഖ്വാ. സൂറത്തു ത്വാഹായിലെ 112-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുകയാണ് വഅ്മുർ അഹ്ലക ബിസ്സലാ. നിങ്ങളുടെ കുടുംബത്തോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണേ നബിയേ. കുടുംബത്തോട് നിസ്കാരത്തിന്റെ കാര്യം പറയണേ. അവരോട് നമസ്കാരത്തിന്റെ ഗൗരവത്തെ ഓർമ്മപ്പെടുത്തണേ. അവരിൽ നമസ്കാരമില്ലാത്തവരെ നമസ്കാരമുള്ളവരാക്കി മാറ്റണേ നബിയേ. വസ്തബിർ അലൈഹാ. ആ ദഅവത്തിൽ, ആ നമസ്കാരത്തിൽ, ആ നമസ്കാരത്തെ പറ്റിയുള്ള പ്രബോധനത്തിൽ അടിയുറച്ചു നിൽക്കണേ നബിയേ. ലാ നസ്അലുക റിസ്ഖൻ നഹ്നു നർസുഖുക. നിങ്ങളോട് ഞാൻ ഭക്ഷണം തേടുന്നില്ല, ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം തന്നോളാം. അന്തിമ വിജയം മുത്തഖീങ്ങളെക്കാണ്. സഹോദരങ്ങളെ, 3-മതായിട്ട് നമ്മൾ ചെയ്യാനുള്ള കാര്യമേതെന്നറിയോ? വീട്ടിൽ നമ്മൾ നിസ്കരിച്ചാ പോരാ, നമ്മുടെ കുടുംബത്തെ കൂടി നിസ്കാരമുള്ളവരാക്കുക. നമ്മുടെ കുടുംബത്തെ കൂടി നമസ്കാരമുള്ളവരാക്കുക. 3-മതായിട്ട് അവസാനം നന്നാകാനുള്ള കാര്യമാ പറഞ്ഞത്. മറക്കല്ലേ, അല്ലാഹു പറയുന്നു വഅ്മുർ അഹ്ലക ബിസ്സലാ
കുടുംബത്തോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കുക. എന്നെ കേൾക്കുന്ന ആണുങ്ങള്, നിങ്ങളുടെ ഭാര്യമാര് നിസ്കാരമില്ലാത്തവരാണെങ്കിൽ അവരോട് നിസ്കാരത്തിന്റെ ഗൗരവം പറയുക. എന്റെ സഹോദരിമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാര് നിസ്കാരമില്ലാത്തവരാണ്, അവരോട് നമസ്കാരത്തിന്റെ ഗൗരവം പറഞ്ഞു കൊടുക്കുക. ഇതാണ് മൂന്നാമതാകിട്ട് ചെയ്യേണ്ടത്. ഇനി നാലാമതാകിട്ടല്ല പറഞ്ഞതെന്തെന്നറിയോ? തിൽക്കദ്ദാറുൽ ആഖിറതു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർദ് വലാ ഫസാദാ വല്ലാഖിബതു ലിൽ മുത്തഖീൻ. സൂറത്തുൽ ഖസസിൽ അല്ലാഹു പരിചയപ്പെടുത്തുകയാ സഹോദരങ്ങളെ, തിൽക്കദ്ദാറുൽ ആഖിറ, ആഖിറത്തിന്റെ ഉന്നതമായ വിജയം, സ്വർഗീയ പ്രവേശനമാർക്കെന്നറിയോ? നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ. ദുനിയാവിൽ പൊങ്ങച്ചമില്ലാതെ ജീവിക്കുന്നവരൊക്കെ, അഹങ്കാരമില്ലാതെ ജീവിക്കുന്നവരൊക്കെ, എന്തിനാ നീ അഹങ്കരിക്കുന്നത്? മറ്റൊരായത്തിലല്ല പറഞ്ഞത്, പർവ്വതത്തോളം ഉയരാൻ നിനക്ക് കഴിയില്ല മോനെ, ഭൂമിയെ കുത്തിപ്പിളർക്കാൻ നിനക്ക് കഴിയില്ല മോനെ, പിന്നെന്തിനാ നീ അഹങ്കരിക്കുന്നത്? അഹങ്കാരിയായ ഒരാളുടെ മുമ്പിൽ ചെന്നിട്ട് സാത്വികനായ ഒരാള് അയാളെ ഉപദേശിക്കുകയാ, എന്തിനാ നീ അഹങ്കരിക്കുന്നത്? അയാള് പറഞ്ഞു, എനിക്ക് അഹങ്കരിക്കാനുണ്ട്. എന്തുണ്ട്? ഞാൻ ആരെന്നറിയോടാ? ആ സമയത്ത് മഹാനവറുകള് പറഞ്ഞു, അറിയാം, നീ ആദ്യം ഒട്ടിപ്പിടിക്കുന്ന തുണിയിൽ ആയാൽ, മുണ്ടിലായാൽ പെട്ടെന്ന് കഴുകിക്കളയുന്ന ദുർഗന്ധം വമിക്കുന്ന ഒരു തുള്ളി ബീജം അല്ലേ? ഞാൻ ആരായിരുന്നു? ഒരു തുള്ളി ബീജം, എന്റെ വാപ്പയുടെ രേതസ്കണം. അത് മുണ്ടിൽ തുണിയിൽ വീണാൽ നാറ്റം പിടിച്ചതാണ്, അത് പെട്ടെന്ന് കഴുകി കളയൂലേ? ആ ഒരു ബീജമാണ് നീ ആദ്യത്തേത്. അവസാനം നീ ആരെന്നറിയോ? ചീഞ്ഞു നാറുന്ന ശവം, ഡെഡ് ബോഡി. പറയാൻ പറ്റുമോ പെങ്ങളെ? പ്രിയതമന്റെ മയ്യത്ത് ഒരു 6 മണിക്കൂർ കഴിയുമ്പോ നിന്റെ മണിയറയിൽ വെക്കാൻ നിനക്ക് ധൈര്യമുണ്ടോ പെണ്ണേ? അത് നാറൂലേ? അപ്പൊ ആദ്യം മാറുന്ന ഒരു തുള്ളി ബീജം, അവസാനം മാറുന്ന ശവം. ഇതിനിടയിൽ നീ ആരാണ്? പൊട്ട, നീ മുൻതുള്ളി പിഞ്ചോര കട്ട, പിന്നീട് കാഷ്ടം ചുമന്നോരോ കൊട്ട. പൊട്ട, നീ മുൻതുള്ളി പിഞ്ചോര കട്ട, പിന്നീട് കാഷ്ടം ചുമന്നോരോ കൊട്ട. ആരാണെന്നറിയോ നീ? എന്തിനഹങ്കരിക്കണം? എന്തുണ്ടോ നിനക്ക് അഹങ്കരിക്കാൻ? മദ്യപാനിയെ, മുൻഗാമിയായ മദ്യപാനിയെ പിൻഗാമികൾക്ക് അള്ളാഹു ഗുണപാഠമാക്കി വെച്ചിട്ടില്ല. മുൻഗാമിയായ പലിശക്കാരനെ പിൻഗാമികൾക്ക് ഗുണപാഠമായി വെച്ചിട്ടില്ല. മുൻഗാമിയായ വ്യഭിചാരിയെ പിൻഗാമികൾക്ക് ഗുണപാഠമായി വെച്ചിട്ടില്ല. മുൻഗാമിയായ അഹങ്കാരിയെ, റാംസീസ് രണ്ടാമനെന്ന സാക്ഷാൽ ഫറോവയെ ഈജിപ്തിലെ കൈറോ മ്യൂസിയത്തിനകത്ത് പ്രിയപ്പെട്ടവരെ പടച്ചവൻ വെച്ചു. എന്തിന്? രാജ്യം ഭരിക്കുന്ന, ലോകമടക്കി വാഴുന്ന അഹങ്കാരികളായ അധികാരികൾക്ക് പാഠമായി അല്ല വെച്ചു. ഫൽയൗം മുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ. അഹങ്കാരമല്ല പൊറുപ്പിക്കൂല. അല്ല പറഞ്ഞു, അഹങ്കാരം റിദായി, എന്റെ അരമുണ്ടാണ്, ഞാനാണ് കബീർ, ഞാനാണ് മുതകബ്ബിർ, ഞാനാണ് ജബ്ബാർ. അഹങ്കരിക്കാൻ പടച്ചവനെ അനുവാദമുള്ളൂ. അഹങ്കരിക്കല്ല മോനെ. എന്തിനഹങ്കരിക്കുന്നത്? ആദ്യം നീ നാറ്റം പിടിച്ച ബീജം, അവസാനം നീ ഡെഡ് ബോഡി, ശവം മാറുന്നത്. ഇതിനിടയിലോ നീ മലം ചുമക്കുന്ന വണ്ടി. ഓ, റോഡ് സൈഡിലൊക്കെ പെണ്ണ് പെർഫ്യൂം ഒക്കെ അടിച്ച് ഇങ്ങനെ നിൽക്കുമ്പോ എങ്ങനാ നിൽക്കുന്നത്? വയറിലും മലവും കൊണ്ടല്ലേ നിൽക്കുന്നത്? മുനിസിപ്പാലിറ്റി, നഗരസഭയിലെ വണ്ടി, മലവണ്ടി. അതാണ് നീ. കാണാൻ നല്ല മൊഞ്ച്, എല്ലാ സൗന്ദര്യവർദ്ധക കോസ്മെറ്റിക് സാധനങ്ങളും തേച്ച് പിടിപ്പിച്ച് നീ ആണുങ്ങളെ വരച്ച വരയിൽ നിർത്താൻ നീ ശ്രമിക്കുമ്പോ ഒരു നിമിഷം ബോധമുള്ള ഒരുത്തൻ ചിന്തിക്കും, ഇവൾ ആദ്യം നാറ്റം പിടിച്ച ഒരു തുള്ളി ബീജം. ഈ ലാസ്റ്റ് ഇവൾ മരിച്ചാൽ അടുത്തേക്ക് വരാൻ പോലും കഴിയാത്ത ദുർഗന്ധം വമിക്കുന്ന ഡെഡ് ബോഡി. ഇതിനിടയിലോ ഇപ്പൊ ഇവള് ഒരുങ്ങിച്ചമഞ്ഞ് നിൽക്കുകയാണല്ലോ അല്ലേ? അങ്ങനെ ഒരുങ്ങിച്ചമഞ്ഞ് നിൽക്കുമ്പോ ഇവള് നിൽക്കുന്നത് എന്താ? മലം ചുമന്നോട് നിൽക്കുന്ന ഒരു വണ്ടി മാത്രമാണ്. പൊട്ട, നീ മുൻതുള്ളി പിഞ്ചോര കട്ട, പിന്നീട് കാഷ്ടം ചുമന്നോരു കൊട്ട. ഇത്രേ ഉള്ളൂ.
അതുകൊണ്ട് അഹങ്കരിക്കരുത്. അഹങ്കാരമില്ലാത്തവൻ അല്ലാഹ് നല്ല മരണം കൊടുക്കും, നല്ല മരണം കൊടുക്കും. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു മാവ് നട്ടു നമ്മൾ, ഒരു മാവിൻ തൈ. ആ മാവ് ഇങ്ങനെ ഉയർന്നുയർന്നു വരികയാണ്. അതിൽ മാങ്ങ പിടിച്ചില്ലെങ്കിൽ എപ്പോഴും ശിഖരം ഇങ്ങനെ ഉയരോട്ടായിരിക്കും. ആ ശിഖരത്തിൽ മാങ്ങ പിടിച്ചാൽ, മാമ്പഴം പിടിച്ചാൽ, മാമ്പഴത്തിന്റെ വലിപ്പമനുസരിച്ച് ആ ശിഖരം താഴേക്ക് വരും. റസാനത്തുൽ ഇൽമി മൻ കാനത്തു ഫഖീലുഹു യംശി ബിഹാ ഖാലിഅം മിഖ്ദാറ അസ്ഖാലി. നമുക്ക് സമ്പത്തും ഇൽമും ഒക്കെ കൂടുമ്പോ വിനയം കൊണ്ട് താഴേക്ക് വരണം. അഹങ്കരിക്കാൻ ഒന്നുമില്ല. അതുകൊണ്ട് ഈ 4 കാര്യങ്ങൾ നിങ്ങൾക്ക് സമ്മാനമായി ഞാൻ ഉണർത്തുകയാണ്, എന്നോടും സംഘാടകരോടും നിങ്ങളോടും സ്വദേശത്തും വിദേശത്തും ഇത് കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട സ്നേഹനിധികളായ സഹോദരി സഹോദരന്മാരോട് ഖുർആൻ എന്നുള്ള നിലയിൽ പങ്കുവെക്കുന്നു. 1, അള്ളാഹുവിനോട് പരിഭവങ്ങൾ പറയുക. 2, പ്രതിസന്ധികളിൽ പിടിച്ചു നിൽക്കുക. 3, നിസ്കരിച്ച് കുടുംബത്തെ കൂടി ഉണർത്തുക. 4, അള്ളാഹുവിന്റെ ഭൂമിയിൽ ഒരു അഹങ്കാരവും ഇല്ലാതെ നടക്കുക. എന്നാൽ അന്തിമ വിജയം നമുക്കാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്ത്, ഇദിയുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് മറ്റൊരവസരത്തിൽ നമുക്ക് കാണാം. ഇതുമായി നിങ്ങൾ ഓരോരുത്തരും സഹകരിക്കണം. പ്രസിഡന്റ് അബൂബക്കർ സാഹിബിന്റെ ജ്യേഷ്ഠൻ ബസീർ സാഹിബിന്റെ മകള് സബീന മരണപ്പെട്ടു പോയി. അവർക്ക് വേണ്ടിയിട്ട് കുടുംബങ്ങൾ 10,000 അല്ലാഹ് ആ സഹോദരിയുടെ ഖബറിലേക്ക് അതിന്റെ പ്രതിഫലത്തെ എത്തിക്കണേ റബ്ബേ. ഈ നിമിഷം മുതൽ ആ ഖബർ വെളിച്ചത്തിലാക്കണേ അല്ലാഹ്. സന്തോഷം ആ ഖബറിൽ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, പ്രയാസങ്ങളും വിഷമങ്ങളും ഖബറിൽ നിന്ന് മാറ്റി കൊടുക്കണേ അല്ലാഹ്. മർഹൂം ബിഎൻ ഹുസൈൻ എന്നവർക്ക് വേണ്ടി ദ്വാരക്കാൻ 5000. അതുപോലെ സുപ്രീം മെയ്ദീൻ നമ്മുടെ പിന്നെ ഉസ്മാനാജിയുടെ റിലേറ്റീവാണ് 10,000. ഇസ്മായിൽ എന്നൊരു സഹോദരൻ 5000 രൂപ. 5313 രൂപ. മർഹൂം അബ്ദുറഹ്മാൻ എന്ന സഹോദരന് ദ്വാരക്കാൻ 5000. റഹ്മാൻ 5313 5313. ടി എം ബഷീർ 10,000. അബ്ബാസ് ഉസ്താദ് 5000. 2000 രൂപ. ഹഫീസ് അബൂബക്കർ എന്ന ബാപ്പാക്ക് വേണ്ടി ദ്വാരക്കാൻ. ഹൈദറാക്ക 2000 രൂപ. അദ്ദേഹം നല്ലൊരു പ്രവർത്തകനാണ്. അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ. റമീസ എന്ന മദ്രസ വിദ്യാർത്ഥിനിയുടെ അനുജത്തിക്കും ഉമ്മാക്കും വേണ്ടി ദ്വാരക്കാൻ 3313 രൂപ. ഇൻഷാ അല്ലാഹ് ഒരു അനാർ അല്ലേ, ഞാൻ ലേലം ചെയ്യുന്നില്ല, സമയം ഒരുപാട് പോകും. ഇതൊരു വില പറയാം ഇൻഷാ അല്ലാഹ്. ഖാദിയാർ ഉസ്താദ് മന്ത്രിക്കും അതില് ഇൻഷാ അല്ലാഹ്. ഖുർആനിൽ പേര് പറയപ്പെട്ട ഒരു പഴമാണ് റുമ്മാൻ. ഇൻഷാ അല്ലാഹ് ഖാദിയാർ ഉസ്താദ് മന്ത്രിച്ചിട്ടുണ്ട്. ഞാനൊരു വില പറയാം, ഇപ്പൊ നിങ്ങൾ കൊടുക്കണ്ട. ഇൻഷാ അല്ലാഹ് ഇത് നിങ്ങൾ അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ ഡേറ്റിന് മുമ്പ് നിങ്ങൾ എത്തിച്ചു കൊടുത്താൽ മതി. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഞാൻ ഇത് ഓതി ഇൻഷാ അല്ലാഹ് കുടുംബത്തിലെ ഓരോരുത്തർക്കും ഇതിന്റെ ഓരോ മണിയും കൊടുക്കുക. അള്ളാഹു ഇത് കഴിക്കുന്നവരുടെ രോഗം ശിഫയാക്കട്ടെ. ഇത് കൊണ്ടുപോകുന്ന വീട്ടിൽ സമാധാനം ഉണ്ടാക്കട്ടെ. അള്ളാഹുവെ, ക്യാൻസർ പോലുള്ള മാരകമായ രോഗങ്ങൾ, ട്യൂമർ പോലുള്ള രോഗങ്ങൾ, ഹൃദയ സംബന്ധമായി, കരൾ സംബന്ധമായി, കിഡ്നി സംബന്ധമായി ഒരു രോഗവും നീ കൊടുക്കല്ല തമ്പുരാനെ. അള്ളാഹുവെ, സ്വർഗത്തിൽ പരിശുദ്ധമായ ഖുർആൻ ഉണ്ട് എന്ന് പറഞ്ഞ ഈ പഴം അൽഹംദുലില്ലാഹ് ഖാദിയാർ ഉസ്താദ് മന്ത്രിച്ച ഈ അനാർ അള്ളാഹുവെ 10,001 രൂപ. ആരാണ് അള്ളാഹുവെ സ്വീകരിക്കണേ തമ്പുരാനെ. ആരാണോ കൊണ്ടുപോകുന്ന കുടുംബത്തിൽ ഒരു ബുദ്ധിമുട്ട് നീ കൊടുക്കല്ലേ റഹ്മാനെ, ഒരു പ്രയാസവും നീ വരുത്തല്ലേ റഹ്മാനെ. അള്ളാഹുവെ, ആ കുടുംബത്തിൽ ആർക്കും നീ മാരകമായ രോഗങ്ങൾ കൊടുക്കല്ലേ അല്ലാ, മാനസികമായ രോഗങ്ങൾ കൊടുക്കല്ലേ തമ്പുരാനെ. 10,001 രൂപ. ആരാ 10,001 രൂപ? ആരെങ്കിലും ഒന്ന് ഇൻഷാ അല്ലാഹ് മുന്നോട്ട് വാ. 10,001 രൂപ. 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 10
മുന്നോട്ട് വാ
ഇപ്പൊ പൈസ കൊടുക്കണ്ട നിങ്ങൾ. ഇൻഷാ അല്ലാഹ് ഇത് മന്ത്രിച്ചതാണ്. ഇൻഷാ അല്ലാഹ് പടച്ചതമ്പുരാൻ നമ്മുടെ വീട്ടിലുള്ള സകലർക്കും എല്ലാ രോഗങ്ങളിൽ നിന്നുള്ള ശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് കൊടുക്കുന്നത് പള്ളിക്കാണ്. ഖാദിയാർ ഉസ്താദ് മന്ത്രിച്ചതാണ്. ഇൻഷാ അല്ലാഹ് രോഗശമനം അള്ളാഹു നമുക്ക് നൽകും, അതിൽ സംശയമില്ല. പടച്ചോൻ എല്ലാ ആഫിയത്തും ആരോഗ്യവും അള്ളാഹു നമുക്ക് നൽകട്ടെ. ആരെങ്കിലും ആളെ കൈപൊക്കെ ഇൻഷാ അല്ലാഹ്. ആരാ? 1001 രൂപ നിങ്ങൾ പിന്നീട് കൊടുത്താൽ മതി. പരിശുദ്ധമായ ആ ഹജ്ജ് സമയമാകുമ്പോ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ സമയത്ത് കൊടുത്താൽ മതി. ആരാ? സഹോദരിമാരുടെ ഭാഗത്ത് ആർക്കെങ്കിലും ഇത് വാങ്ങിക്കൊണ്ടു പോകാൻ ഇൻഷാ അല്ലാഹ് ആഗ്രഹം ഉണ്ടെങ്കിൽ വേഗം പറഞ്ഞോളി. സഹോദരിമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, സഹോദരങ്ങളോ ഉണ്ടെങ്കിൽ വേഗം പറഞ്ഞോളി. ഒരു 1001 രൂപ. ആരാ? ആരാ? ഇതൊന്ന് സഹോദരിമാരുടെ ഭാഗത്തേക്ക് കൊണ്ടുപോയേ വേഗം. ആരെങ്കിലും ഒരു സംഘടന ഒന്ന് സഹോദരിമാരുടെ ഭാഗത്തേക്ക് ഒന്ന് കൊണ്ടുപോയി. 1001 രൂപ ഇൻഷാ അല്ലാഹ് പടച്ചതമ്പുരാൻ സ്വീകരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തആല നമുക്ക് നൽകിയ സമ്പത്തിൽ നിന്നൊരു വിഹിതം ഇൻഷാ അല്ലാഹ്. ആരാ? സഹോദരിമാരുടെ ഭാഗത്ത് കൊണ്ടുപോകണേ. നിസാം കൊണ്ടുപോ. മൈദീൻ എംഎൽഎ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. മൈദീൻ എംഎൽഎ 25,000 രൂപ ഈ സോളാറിന് വേണ്ടിയിട്ട് അദ്ദേഹം സംഭാവന നൽകിയിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും വേണ്ടി ഒരു അരക്കാം. എല്ലാവരും ആത്മാർത്ഥമായി ആമീൻ പറയുക. ഖാദിയാർ ഉസ്താദിന്റെ അനുമതി പ്രകാരം ദുആരക്കാണ് ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. കരുണക്കടലായ തമ്പുരാനെ, കാരുണ്യവാനായ അല്ലാഹ്, ലോകത്തുള്ള ലക്ഷോപലക്ഷം ജനങ്ങളെ പക്ഷപാതമില്ലാതെ രക്ഷിക്കുന്ന ശിക്ഷിക്കുന്ന രക്ഷക. സാധുക്കളാണ് ഞങ്ങൾ, ബലഹീനരാണ് ഞങ്ങൾ, ഉഅഫാക്കളാണ് ഞങ്ങൾ, ബലഹീനരും മിസ്കീന്മാരുമാണ്. അല്ലാഹുവേ, എടുത്തു പറയാ ഞങ്ങളുടെ മുന്നിൽ ഞങ്ങളുടെ കയ്യിൽ അമലുകളൊന്നുമില്ല തമ്പുരാനെ. പടച്ചവനെ, ചെയ്തു പോയ പാപങ്ങൾ അറബിക്കടലിന്റെ നുരയേക്കാൾ അധികമാണ്. അല്ലാഹുവേ പടച്ചവനെ, നിന്റെ അടിമകൾ ഏറ്റവും നിന്ദ്യരാണ് ഞങ്ങളെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ഇന്നേ വരെ നിന്റെ മുന്നിലല്ലാതെ ഞങ്ങളുടെ ശിരസ് കുനിച്ചിട്ടില്ല, നിന്റെ നേരെയല്ലാതെ ഞങ്ങളുടെ കൈകൾ നീട്ടിയിട്ടില്ല. അല്ലാഹുവേ, ആ ഒരു പരിഗണന വെച്ച് ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. എവിടെയൊക്കെയോ കിടന്ന് ഞങ്ങളെ ഈ പള്ളി മുറ്റത്തൊരുമിച്ച് കൂട്ടിയത് നീയല്ലേ റഹ്മാനെ. അല്ലാഹുവേ, ഇവിടെ പരിശുദ്ധമായ നിന്റെ ഖുർആനിനെ പറ്റി ഞങ്ങൾ പറഞ്ഞല്ലോ, ലക്ഷക്കണക്കിന് രൂപ ഈ പള്ളിക്ക് വേണ്ടി സഹായിച്ചല്ലോ. അല്ലാഹുവേ, ഒരുപാട് മഹാന്മാര്, ഒരുപാട് മഹത്വക്കളുള്ള സദസ്സാണല്ലോ. അല്ലാഹുവേ, അതിന്റെയൊക്കെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ സ്വീകരിക്കണേ റബ്ബേ. ഞങ്ങളിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന്, ഭാര്യാസന്താനങ്ങളിൽ നിന്ന്, കൂട്ടുകുടുംബാദികളിൽ നിന്ന്, ഉസ്താദുമാരിൽ നിന്ന്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ നിന്നൊക്കെ സംഭവിച്ച എല്ലാ ദോഷങ്ങളും നീ പൊറുക്കണേ അല്ലാ. ഇനി ഒരിക്കലും പാപങ്ങൾ ചെയ്യുന്നൊരവസ്ഥയിൽ ഞങ്ങളെ നീ മാറ്റല്ല റബ്ബേ. അല്ലാഹുവേ, ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങളുടെ ന്യൂനത വലിച്ച് പൊളിക്കല്ലേ അല്ലാ. ആരുടെയും മുമ്പിൽ ഞങ്ങളുടെ ഇസ്സത്തിന് നീ കളങ്കപ്പെടുത്തല്ലേ അല്ലാ. ഫളീഹത്തിലും ദില്ലത്തിലുമാക്കല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത അമലുകൾ കുറവാണ്. ഇനി ഒരുപാട് അമലുകൾ ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ചെയ്ത അമലുകളൊക്കെ നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങളുടെ ദുആകളൊക്കെ നീ സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുവേ പടച്ചവനെ, ലക്ഷോപലക്ഷം രൂപ ഇവിടെ സംഭാവന കൊടുത്തു. ബദറുൽ ഹുദാ മസ്ജിദിന് വേണ്ടി, ഈ സോളാറിന് വേണ്ടി ഇട്ടൊക്കെ നൽകിയ സഹോദരങ്ങൾ ലക്ഷക്കണക്കിന് രൂപ റബ്ബേ നീ കബൂലാക്കണേ അല്ലാ. അവരുടെ കുടുംബങ്ങളിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. അവരുടെ സമ്പത്തിൽ അനുഗ്രഹം ചൊരിയണേ അല്ലാ. 1000 രോഗങ്ങൾ അവരിൽ നിന്ന് മാറ്റണേ അല്ലാ. 1000 അനുഗ്രഹത്തിന്റെ വാതിലുകളെ തുറന്നു കൊടുക്കണേ അല്ലാ. ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും അവർക്കും ഞങ്ങൾക്കും തരല്ലേ അല്ലാ. പടച്ചവനെ, ആരുടെ മുമ്പിലും ഒരു ചായക്ക് പോലും കൈ നീട്ടേണ്ട ഒരവസ്ഥ വരുത്തല്ല റബ്ബേ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾ ദോഷികളാണ് എന്ന് കരുതി ആരുടെ മുന്നിലും ഞങ്ങളെ നാണം കെടുത്തല്ലേ റബ്ബേ. ഇതുവരെ ഞങ്ങളെ ന്യൂനത പുറത്തു പറയാത്ത അല്ലാ,
ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് ഇസ്സത്ത് തരണേ റബ്ബേ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളിൽ രോഗികളുണ്ട്, ശമനം നൽകണേ അല്ലാ. ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ തന്ന് ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കല്ലേ റബ്ബേ. വീടുകളിലും ആശുപത്രികളിലും രോഗികളുണ്ട്, ശിഫ നൽകണേ അല്ലാ. മാനസിക വ്യഥകൾ, മാനസികമായ ബുദ്ധിമുട്ടുകൾ ഒരുപാട് പേർക്കുണ്ട്, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിത്തരണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ മനസ്സെപ്പോഴും സ്വസ്ഥമാകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ബറക്കത്ത് തരണേ അല്ലാ. കുടുംബ ജീവിതങ്ങൾ ശിഥിലമായി പോയ ഒരുപാട് പേരുണ്ട്, ഇവർക്ക് നീ കുടുംബ ജീവിതത്തിൽ ബറക്കത്തും സന്തോഷവും കൊടുക്കണേ അല്ലാ. മക്കൾ അകന്നകന്നു പോകുന്നവരുണ്ട്, നീ അടുപ്പിച്ചു കൊടുക്കണേ അല്ലാ. എൻ്റെ ഒരു പ്രിയ കൂട്ടുകാരൻ ഇന്നലെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തു. അല്ലാഹുവേ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ സന്തോഷം നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ വിദേശത്തുള്ള സഹോദരങ്ങള് സഹോദരിമാര്, അല്ലാഹുവേ അവർക്ക് നല്ല ജോലി, മാന്യമായ ശമ്പളം നീ നൽകണേ അല്ലാ. പടച്ചവനെ, അല്ലാഹുവേ പടച്ച റബ്ബേ, ഞങ്ങളിൽ മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, മക്കളെ കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് തന്ന കൺമണികളെ ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളിൽ ആരല്ല ഏതെല്ലാം രീതിയിൽ കടപ്പെട്ടിരിക്കുന്നുണ്ടോ, കിട്ടാനും കൊടുക്കാനുമുള്ള കടബാധ്യതകളെ നീ വേഗത്തിൽ എളുപ്പത്തിൽ നീ പരിഹരിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് നല്ല മരണം താ അല്ലാ. അല്ലാഹുവേ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾ മരിച്ചാ ഞങ്ങൾക്ക് ദുആരക്കുന്നൊരു പരമ്പരയെ തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവരെ, ഞങ്ങൾ പെട്ടെന്ന് മരിക്കുന്നത് കാത്തിരിക്കുന്ന കുടുംബത്തെ തരല്ലേ അല്ലാ. ഞങ്ങളുടെ മരണശേഷം ഞങ്ങളുടെ മയ്യത്തുകളെ കീറി മുറിക്കല്ലേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ പലരും ഖബറിലാണ്, അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. പുറത്തു കൊടുക്കണേ അല്ലാ, മർഹമത്ത് കൊടുക്കണേ അല്ലാ. ഈ സംഘാടകരെ സഹായിക്കണേ അല്ലാ. ഈ മൈക്ക് വെച്ചവര്, ലൈവിട്ടവര്, ചോദിച്ചപ്പോൾ സഹായിച്ച മുഴുവൻ സഹായങ്ങളും അല്ലാഹുവേ പടച്ചവനെ, ഇവിടുത്തെ ഉസ്താദുമാര്, ഇതിന്റെ പ്രവർത്തകര്, ഖാദിയാർ ഉസ്താദ് അടക്കമുള്ള എല്ലാവർക്കും നീ ഖൈറിന്റെ വഴികൾ തുറന്നു കൊടുക്കണേ അല്ലാ. ദീർഘായുസ് കൊടുക്കണേ അല്ലാ. എന്നെ വിളിക്കാൻ വേണ്ടി വന്ന പ്രിയപ്പെട്ട കൂട്ടുകാരൻ നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ച റബ്ബേ, ഞങ്ങളെ സഹായിക്കുന്നവർ, ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നവർ, പടച്ച റബ്ബേ അവർക്ക് നീ സ്വർഗീയ ഭക്ഷണം പകരം നൽകണേ അല്ലാ. ഓരോ വീടുകളിൽ ചെല്ലുമ്പോ പ്രത്യേകിച്ച് എന്റെ പ്രിയ സ്നേഹിതൻ, അല്ലാഹുവേ ഇന്നലെ എനിക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന CH ഉസ്താദിന്റെ പ്രിയപ്പെട്ട കുടുംബത്തെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അതുപോലെ റബ്ബേ, ഈ നാട്ടിലെ മുഴുവൻ സഹോദരങ്ങളെയും നീ സ്വീകരിക്കണേ അല്ലാ. പടച്ച റബ്ബേ, എല്ലാ കാര്യങ്ങളും നിന്നെ ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. ഒരു നിമിഷാർദ്ധം പോലും ഞങ്ങളെ കാര്യങ്ങൾ ഞങ്ങളെ ഏൽപ്പിക്കല്ലേ അല്ലാ. പടച്ചവനെ, ഹറമുലത്താറെ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ. പൊന്നാര നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണാനുള്ള ഭാഗ്യം തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, നാളെ സ്വർഗത്തിലും നിന്റെ തിരുദർശനമെന്ന ലിഖാ ഞങ്ങൾക്ക് നൽകണേ അല്ലാ, നൽകണേ അല്ലാ. അല്ലാഹുവേ മുസ്ലിം ഉമ്മത്തിന് ഇസ്സത്ത് നൽകണേ അല്ലാ. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർക്ക് ദീർഘായുസ്സും ആരോഗ്യം നൽകണേ അല്ലാ. പടച്ച റബ്ബേ, ബഹുമാനപ്പെട്ട ഉസ്മാൻ ഹാജി അടക്കം അല്ലാഹുവേ ഇവിടെ ഒരുമിച്ചുകൂടി എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ ഇതിന്റെ ഭാരവാഹികളെ സ്വീകരിക്കണേ റബ്ബേ. എല്ലാം നിന്നെ ഏൽപ്പിക്കുകയാണ്. ഒരു നിമിഷാർദ്ധം പോലും ഞങ്ങളെ ഒന്ന് ഏൽപ്പിക്കല്ലേ അല്ലാ. തവക്കൽനാ അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ ബിഹഖി സല്ലല്ലാഹു. പ്രിയപ്പെട്ട ചങ്ങായിമാരെ, ആണെങ്കിൽ എല്ലാവരും ബഹുമാനപ്പെട്ട ഉസ്താദ് ഇത്രയും നേരം ഞങ്ങൾക്ക് സതുപദേശങ്ങൾ നൽകിയതായ ഉസ്താദൊന്ന് കൈപിടിച്ച് മുസാഫത്ത് ആക്കിയിട്ട് പോകണം. അതല്ല, ഈ ബോക്സ് ഇവിടെ നിൽക്ക്, ബോക്സ് പറ, ബോക്സ് 5 മൽപ്പലേ. എല്ലാവരും വന്നിട്ട് സലാത്തി വന്നിട്ട് കൈ പിടിച്ചിട്ട് പോറും. നിങ്ങളുടെ കയ്യിലുള്ളതായ സംഭാവന ഉസ്താദ് ഏൽപ്പിച്ചിട്ട് പോറും. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനമുള്ള സഹോദര സഹോദരിമാരെ,
ഒരു പ്രകടന നാളെ നിങ്ങൾക്ക് നോട്ടീസിൽ കാട്ടിയിരുന്നത് ബഹുമാനപ്പെട്ട സൈനുല്ലാബിദീൻ തങ്ങൾ ദുഗലെടുക്കായിട്ടിന്ത് ചെറിയൊരു ആരോഗ്യ പ്രശ്നമെല്ലാം ഉള്ളതുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ആവുല്ല തെരിപ്പാട്ടിയത് കൊണ്ടും ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി സാദാത്ത് തങ്ങൾ ബെൽത്തങ്കടി അദ്ദേഹമായിട്ട് നാളെ നിങ്ങളെ കാര്യക്രമത്തിൽ സ്വലാത്ത് വാർഷികത്തിന് നേതൃത്വമുണ്ടോ വലിയ ഒരു സയ്യിദായിട്ട് ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി സാദാത്ത് തങ്ങൾ ಬೆಳ್ತಂಗಡಿ ತಾಲೂಕು ಸುನ್ನಿ ಸಂಯುಕ್ತ ಜಮಾಅತರ ಗೌರವಾನ್ವಿತ ಉಪ ಕಾಜಿಯಾಯಿಟ್ಟಿಕ್ಕರು ಎಲ್ಲರೂ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಭಾಗವಹಿಸணும் ಎಲ್ಲರೂ ಕೃತ್ಯ ಸಮಯಕ್ಕೆ ಬರணும் നല്ല ಕಾರ್ಯಕ್ರಮ ಸಮಾವೇಶ ಚಂದಾಕಿ ತರணும் ಇಂದು നിങ്ങൾ എല്ലാവരും വന്നിട്ട് നല്ല ചന്താക്കി തന്നാറ് അതിൽ എല്ലാവരും സഹಕಾರ ആക്കണം അതേപോലെ എല്ലാ വർഷവും നിങ്ങൾ പതിവായിട്ട് ആക്കും പോലെ കാര്യക്രമത്തണ്ട് സുബഹി നിസ്കരിച്ചിട്ട് മൗലിദ് ഉണ്ടിന്ന നാളെ ആയിട്ട് നിങ്ങളെ സമാരോപ കാര്യക്രമ സുബഹി നിസ്കരിച്ചിട്ട് പള്ളിയിൽ മൗലിദ് പാരായണമുണ്ട് എല്ലാവരും ആണെങ്കിൽ എല്ലാവരും പള്ളിക്ക് വന്നിട്ട് മൗലിദ് കാര്യക്രമത്തിൽ ഭാഗവഹിക്കണം അതുപോലെ നാളെ ലുഹർ നിസ്കരിച്ചാൽ പിന്നെ 2 ഗಂಟೆಗೆ ദഫ്രാത്തീബായിട്ട് പള്ളിയിൽ വെച്ച് നടക്കരുത് അതേപോലെ നാളത്തെ ജാവും എല്ലാവർക്കും ഊട്ടോപചാരത്തെ വ്യവസ്ഥയാക്കിയത് പെണ്ണിങ് എല്ലവും ഫുഡ് പാക്ക് വിതരണ ആക്കറ് ആണെങ്കിൽ എല്ലവും കൂടെ ഉണ്ണുകൊള്ളതായ വ്യവസ്ഥയും ആക്കറ് അതുകൊണ്ട് എല്ലാവരും വന്നിട്ട് കാര്യക്രമത്തെ യശസ്വിയിലാക്കണം ഇണ്ട് നിങ്ങ ചെമ്മ പെണ്ണിങ്ങും ആണെങ്കിൽ എല്ലാം വന്നിട്ട് കാര്യക്രമത്തോ യശസ്വിയിലാക്കിയാറ് ബഹുമാനപ്പെട്ട ഉസ്താദ് നല്ല സന്തോളായിട്ട് നല്ല സംഭാവന തന്നാറ് സോലാർക്ക് നല്ല വാഗ്ദാനാക്കിയാറ് എല്ലാത്തിലും നിങ്ങൾ എല്ലാ നിലക്കും അഭിനന്ദനയാക്കറ് ഈ കാര്യക്രമത്തിൽ ഭാഗവഹിസിയ എല്ലാ സഹോദരിമാരെ നാളെ എല്ലാ നിലക്കും പള്ളി ജമാഅത്ത് കമ്മിറ്റിക്ക് വേണായിട്ട് ഈ ബദറുലുകൾക്ക് വേണായിട്ട് എല്ലാവർക്കും നാളെ നന്ദി അഭിനന്ദന സമർപ്പണാക്കിയിട്ടുള്ള അതേപോലെ വന്നതായ പുരുഷന്മാർ ആണിങ്ങ എല്ലാവരും എല്ലാം നിങ്ങൾ മാറ്റിവെച്ചിട്ട് ഈ കാര്യക്രമത്തിൽ ഭാഗവഹിസിയാറ് എല്ലാവർക്കും നാണ് എല്ലാവിധ നന്ദിയും അഭിനന്ദനയാക്കടെ അതേപോലെ കാര്യക്രമത്തിൽ നല്ല ഉജ്ജ്വലമായ പ്രഭാഷണം നടത്തിയതായ ഞങ്ങളെല്ലാവരെയും ആത്മീയമായ സ്നേഹിത ബഹുമാനപ്പെട്ട നവാസ് മന്നാനി ഉസ്താദ് നല്ല നിലക്ക് ഞങ്ങൾക്ക് നല്ല സതുപദേശങ്ങളും നല്ല ദുആവും നടത്തി തന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ഉസ്താദ് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ ജീവിതത്തിൽ ഒരുപാട് കാലം അള്ളാഹുടെ ദീന്റെ ഖിദ്മാത്തുകൾ നടത്തുകൂ അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ ഇനിയും ഞങ്ങൾ റായത്തുക്ക് വന്നിട്ട് ഉപദേശം തരകൂ അള്ളാഹു തആല എത്തുപാട്ടിട്ട് ആമീൻ യാ റബ്ബൽ ആലമീൻ ദുആർത്ത് ഉസ്താദ് നന്ദി തരിപ്പാട്ടെ അതേപോലെ ബഹുമാനപ്പെട്ട മന്നാനി ഉസ്താദരെ ഊടുക എത്തുപാട്ടുകു നല്ല ഇതിക്ക് പ്രവർത്തിച്ചതായ ആളാണ് ബഹുമാനപ്പെട്ട എയർ ഇന്ത്യ ഉസ്മാൻ ആജാർ ഇണ്ട് ഞങ്ങളൊരു ജമാഅത്തിലെ സദസ്യരെ പോലെ അദ്ദേഹം ഇവിടെ ബന്ത് കാര്യക്രമത്തിൽ ഭാഗവഹിച്ചിട്ട് ഞങ്ങളെ സോലാറോ വ്യവസ്ഥക്ക് 10,000 രൂപ സംഭാവന വാഗ്ദാനാക്കിയിട്ട് എല്ലാ നിലക്കും ഞങ്ങൾക്ക് സഹകരിച്ച് ഉസ്മാൻ ആജാർ ഗുണാണ് നന്ദി ചെന്നോട്ടുള്ള ഇപ്പ ബഹുമാനപ്പെട്ട നവാസ് ഉസ്താദ് ഒരു ഷാളണിയിച്ചുകൊണ്ട് ആദരിക്കുന്നതായ ഒരു പരിപാടിയും കൂടി അത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു അല്ലല്ല ഇരിക്കണോ ഇത്ര നേരം നിന്നില്ലേ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർക്ക് ഒരു ആദരവാണ് ഞങ്ങൾ എത്ര ആദരിച്ചെങ്കിൽ മയ്യാവല അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂലാക്കട്ടെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുകളെ സ്വർഗത്തിലേക്ക് അല്ലാഹു ഒരുമിച്ച് കൂട്ടി ആദരിക്കുമാറാവട്ടെ ആമീൻ അബ്ബാസാക്ക 5,000 രൂപ അല്ലാഹു തആല മരിച്ചുപോയ ഉമ്മ പാപ്പമാരുടെ പേരിൽ ദുആർക്ക് അബ്ബാസാക്ക ഈ സൈഡ് 5,000 രൂപ വാഗ്ദാനാക്കി അല്ലാഹു തആല ഖബൂലാക്കട്ടെ അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ കാര്യക്രമത്തെ ദുആവും അതുപോലെ ഉദ്ഘാടനം ഞങ്ങൾ എല്ലാവരെയും ഉസ്താദുൽ അസാത്തീദ് ബഹുമാനപ്പെട്ട ഖാദിയാർ ഉസ്താദും നാണ് എല്ലാവിധ സന്തോഷവും നന്ദിയും രേഖപ്പെടുത്തുക എവിടെ കുട്ടി വന്നേ അതുപോലെ ഞങ്ങൾ റായത്തേക്ക് വന്നതായ ഒരു ഗസ്റ്റ് ആയിട്ട് ഒരു അതിഥി ആയിട്ട് ബഹുമാനപ്പെട്ട ഉസ്മാൻ ആജാർ എയർ ഇന്ത്യ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും അദ്ദേഹത്തെ ബിസിനസ്സും അദ്ദേഹത്തെ എല്ലാ സംരംഭങ്ങളും വിജയിപ്പിക്കുമാറാവട്ടെ ദീനിക്ക് വേണായിട്ട് ഖിദ്മത്താക്കു അല്ലാഹു തആല ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ ജമാഅത്ത് കമ്മിറ്റിയുടെ പരമായിട്ട് ബഹുമാനപ്പെട്ട ഖാദിയാർ ഉസ്താദ് ബഹുമാനപ്പെട്ട മന്നാനി ഉസ്താദ് ഞങ്ങളുടെ പ്രസിഡന്റ് മാജി സെക്രട്ടറി എല്ലാവരും ചേരിയിട്ട്
ஆதரிக்கிறாரு. அல்லாஹு அக்பர், அல்லாஹு அக்பர், அல்லாஹு அக்பர், വലില്ലാഹിൽ ഹംദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആചാർക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. മാഷാ അല്ലാഹ്, മബ്റൂക്ക്. അതുപോലെ കാര്യക്രമത്തിൽ ഭാഗവഹിസിയ എല്ലാ മാജി അധ്യക്ഷന്മാർ, മാജി കാര്യദർശികൾ, ഹാലി സദസ്യന്മാർ എല്ലാവർക്കും നാണ് ഒരേ വാക്യത്തിൽ നാം നന്ദി ചെന്നിട്ടുള്ള. അതേപോലെ കാര്യക്രമത്തിൽ ഭാഗവഹിസിയ മീഡിയത്തെങ്ങ, സൗണ്ട്സ് ഇറങ്ങ, അങ്ങനെ ലൈറ്റിങ്സ് ഇറങ്ങ എല്ലാവർക്കും നാണ് നന്ദി ചെന്നിട്ടുള്ള. ബഹുമാനപ്പെട്ട ഉസ്താദറോ മൂടികര ചക്കുമുക്കിര് ഊർത്തോള് കൂട്ടിയ വന്നു നിസാമോ റാസ് റമീസ് അങ്ങ് ഔഡർ പോയിട്ട് കൂടെ കൂട്ടി വേണ്ടതായ അത്രയും ഞങ്ങളൊരു സാഹസമായ പ്രവർത്തനാക്കിയാറ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതും കബൂൽ ചെയ്യുമാറാവട്ടെ. എല്ലാവർക്കും ഒരേ വാക്യത്തിൽ നന്ദി ചെന്ത് എല്ലാവർക്കും ഒരേ വാക്യത്തിൽ നന്ദി ചെന്ത് ഇനിയും ഞങ്ങൾക്ക് ഇങ്ങനെ നല്ല നല്ല കാര്യക്രമങ്ങൾ ആക്കുക. പഠിച്ചോ എത്തുപാട്ടിട്ടും ദ്വാർന്ന് ഈ കാര്യക്രമം നിപ്പാട്ട. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.